നമസ്കാരം. എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. Flexi, Life Easy, Electronics and Home Appliances. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയിൽ നേതൃത്വത്തെ പ്രതിക്കൂട്ടിൽ നിർത്തി രമേശ് ചെന്നിത്തല ഹൈക്കമാൻഡിന് മുന്നിൽ മുന്നൊരുക്കം നടത്തിയില്ല. സ്ഥാനാർത്ഥി നിർണയം പാളി. പി.കെ. രാഗേഷിന് ചില കോൺഗ്രസ് നേതാക്കളുടെ സഹായം കിട്ടിയെന്ന് കെ. സുധാകരൻ റിപ്പോർട്ടറോട്. ഒറ്റുകാർക്കെതിരെ പാർട്ടി തല നടപടിയുണ്ടാകും. ജില്ലാ പഞ്ചായത്ത് ഭരണത്തിൽ LDFും UDFും ഒപ്പത്തിനൊപ്പം. പഞ്ചായത്തുകളിൽ 555 LDFിനും 293 UDFിനും 13 BJPക്കും. 90 ബ്ലോക്ക് പഞ്ചായത്ത് ഇടതിന്, 61 UDFിന്. കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിൽ BJP വിട്ടുനിന്നതോടെ UDFിന് ഭരണം. ഒഞ്ചിയത്ത് ലീഗ് പിന്തുണയിൽ RMPക്ക് ഭരണം. കോട്ടയത്ത് കേരള കോൺഗ്രസും പരസ്പരം പാലം വലിച്ചു. മലപ്പുറത്ത് പലയിടത്തും ലീഗും കോൺഗ്രസും രണ്ട് വഴിക്ക്. മൂന്നാറിൽ പൊമ്പിളയൂരുമേ UDFിനൊപ്പം. കേന്ദ്ര ജീവനക്കാർക്ക് 24% ശമ്പള വർധനയ്ക്ക് ശുപാർശ. അലവൻസിൽ 63% വർധന വേണം. പെൻഷൻ 24% കൂട്ടണം. കൊളീജിയം സംവിധാനം പരിഷ്കരിക്കാൻ കരട് നിർദ്ദേശം നൽകണമെന്ന സുപ്രീം കോടതി നിർദ്ദേശം കേന്ദ്രം തള്ളി. നിലപാട് മാറ്റത്തിൽ കോടതിക്ക് അതൃപ്തി. പാരീസ് ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ അബ്ദുൽ ഹമീദ് അബൌദ് കൊല്ലപ്പെട്ടു. ഫ്രാൻസിന് നേരെ രാസായുധാക്രമണ സാധ്യത തള്ളാനാകില്ലെന്ന് പ്രധാനമന്ത്രി. ബെൽജിയത്തിൽ വ്യാപക റെയ്ഡ്. ഇറ്റേഴ്സ് വിശദമായി. സംസ്ഥാനത്തെ ജില്ലാ പഞ്ചായത്തുകളിൽ UDFും LDFും ഒപ്പത്തിനൊപ്പം. 7 UDFും 7 LDFും ഭരണം നേടി. കണ്ണൂർ, കോഴിക്കോട്, തൃശൂർ, പാലക്കാട്, ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ LDF അധ്യക്ഷന്മാർ അധികാരത്തിലേറി. കാസർഗോഡ്, മലപ്പുറം, വയനാട്, എറണാകുളം, കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട എന്നിവിടങ്ങളിൽ UDFും അധികാരത്തിൽ വന്നു. പഞ്ചായത്തുകളിൽ LDFിനാണ് വ്യക്തമായ മുൻതൂക്കം. 555 പഞ്ചായത്ത് LDFിനും 293 UDFിനും 13 BJPക്കും കിട്ടി. ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 90 LDFിനും 61 UDFിനും കിട്ടി. ഒഞ്ചിയത്ത് മുസ്ലിം ലീഗ് പിന്തുണയോടെ RMP ഭരിക്കും. UDF നിലപാടിന് വിരുദ്ധമായി 2 ലീഗ് അംഗങ്ങൾ RMPക്ക് വോട്ട് ചെയ്തതോടെയാണ് ഭരണം നിലനിർത്താൻ RMPക്ക് ആയത്. അതേസമയം ചോറോട് RMP പിന്തുണയോടെ UDF അധികാരത്തിലെത്തി. ഒഞ്ചിയത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിൽക്കാനായിരുന്നു 4 കൗൺസിലർമാരുള്ള UDF തീരുമാനം. കോൺഗ്രസിന്റെയും JDUവിന്റെയും കൗൺസിലർമാർ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നും മുന്നണി തീരുമാനം നടപ്പാക്കി. എന്നാൽ 2 ലീഗ് അംഗങ്ങൾ RMPയുടെ സ്ഥാനാർത്ഥി കവിതയ്ക്ക് വോട്ട് ചെയ്തു. ഇതോടെ 7-നെതിരെ 8 വോട്ടുകൾക്ക് RMP CPIMനെ പരാജയപ്പെടുത്തി ഭരണം നിലനിർത്തി. അതേസമയം UDF പിന്തുണ വേണ്ടെന്ന് നേരത്തെ പ്രഖ്യാപിച്ച RMP വിജയിച്ച ശേഷം രാജിവെക്കില്ലെന്ന നിലപാടും സ്വീകരിച്ചു. ജില്ലാ കോൺഗ്രസ് നേതൃത്വം ലീഗ് നടപടിയെക്കുറിച്ച് പരിശോധിക്കുമെന്ന് പ്രഖ്യാപിച്ചപ്പോൾ ജനഹിതം നടപ്പാക്കിയെന്നായിരുന്നു ലീഗ് നിലപാട്. UDFും LDFും തുല്യനിലയിലായിരുന്ന ചോറോട് RMP UDFിനൊപ്പം നിലകൊണ്ടു. RMPയുടെ 2 അംഗങ്ങളുടെ വോട്ട് കൂടി ലഭിച്ചതോടെ ചോറോട് UDF അധികാരത്തിലെത്തി. റിപ്പോർട്ടർ, കോഴിക്കോട്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന്റെ പശ്ചാത്തലത്തിൽ നേതൃത്വത്തിനെതിരെ പരാതിയുമായ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല കോൺഗ്രസ് ഹൈക്കമാൻഡിന് മുന്നിൽ. തെരഞ്ഞെടുപ്പിന് വേണ്ടത്ര മുന്നൊരുക്കമുണ്ടായില്ല. പലയിടത്തും സ്ഥാനാർത്ഥി നിർണയം പാളിയെന്നും ചെന്നിത്തല ഹൈക്കമാൻഡിനെ അറിയിച്ചു. തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള പൊതു സാഹചര്യം ഹൈക്കമാൻഡിനെ ബോധ്യപ്പെടുത്തിയെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. കോൺഗ്രസ് പ്രസിഡന്റ് ശ്രീമതി സോണിയാഗാന്ധിയെ കണ്ടു. അത് കേരളത്തിലെ പൊതുവായ രാഷ്ട്രീയ സാഹചര്യങ്ങളാണ് സംസാരിച്ചത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളെപ്പറ്റിയാണ് സംസാരിച്ചത്. കേരളത്തിലെ ഇന്നത്തെ സാഹചര്യത്തിൽ പരാതികൾക്കൊന്നും ഒരു സ്ഥാനവുമില്ല. എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഇതിനൊരു ഇപ്പോഴത്തെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടിക്ക് ഇനിയുള്ള സമയത്ത് സ്വീകരിക്കേണ്ട സമീപനം. വിഷയത്തിൽ നമ്മുടെ KPCC വൈസ് പ്രസിഡന്റ് ലാലി വിൻസെന്റ്, PM മനോജ്, ദേശാഭിമാനി അസോസിയേറ്റ് എഡിറ്റർ അഡ്വക്കേറ്റ് ജയശങ്കർ, രാഷ്ട്രീയ നിരീക്ഷകൻ ശോഭാ സുരഞ്ജൻ, BJP ദേശീയ എക്സിക്യൂട്ടീവ് അംഗം, മറ്റ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെയും വിവിധ സ്റ്റുഡിയോകളിലും ടെലിഫോൺ ലൈനിലും പ്രതീക്ഷിക്കുന്നു. ആദ്യമായി ശ്രീമതി ലാലി വിൻസെന്റ്, തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൻ്റെ നടപടിക്രമങ്ങളെല്ലാം ഇന്നത്തോടുകൂടി പൂർത്തിയായിരിക്കുന്നു. ആര് ജയിച്ചു തോറ്റു എന്നത് സംബന്ധിച്ച് നമുക്ക് ഇന്ന് വ്യക്തത ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. രമേശ് ചെന്നിത്തല ഓടി സോണിയാഗാന്ധിയെ കണ്ടത് ഇവിടെ ഉണ്ടായ കുഴപ്പങ്ങളുടെ എല്ലാം ഉത്തരവാദിത്തം VM സുധീരനാണ് എന്ന് പറയാനാണോ? അല്ല, ഒരിക്കലുമല്ല. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ തന്നെയുണ്ടല്ലോ എല്ലാവരും ഒന്നിച്ചു നിൽക്കണം, അതാണ് ഇനി മുമ്പോട്ടുള്ള പോക്കിന് ഏറ്റവും നല്ലത് എന്ന്. ഇവിടെ ആദ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർഡ് വിഭജനത്തിലും തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലും ഒരല്പം അനാസ്ഥ കാട്ടി, ഒരല്പം വൈകിപ്പോയി എന്നുള്ളത് നമുക്ക് സംഭവിച്ച ഒരു വീഴ്ചയായി തന്നെയാണ് കാണുന്നത്. പാർട്ടി മുന്നൊരുക്കങ്ങൾ നടത്തിയിരുന്നു. കാരണം 3 മേഖലകളിലായി
ത്രിതല പഞ്ചായത്തിലെ അംഗങ്ങളെ വിളിച്ചുകൂട്ടി വിശദമായ രീതിയിൽ ഒരു ഏകദിന ക്യാമ്പ് പോലെ സംഘടിപ്പിച്ചുകൊണ്ട് എല്ലാ പഞ്ചായത്തുകളുടെയും പ്രതിനിധികളിൽ നിന്ന്, മുനിസിപ്പാലിറ്റി പ്രതിനിധികളിൽ നിന്ന്, കോർപ്പറേഷൻ പ്രതിനിധികളിൽ നിന്ന് അഭിപ്രായ സ്വരൂപണം നടത്തി പിന്നീട് തദ്ദേശ സ്വയംഭരണ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നതിന് വേണ്ടി എല്ലാ ജില്ലാ ഘടകങ്ങൾക്കും നല്ല അവകാശം നൽകി, ഉത്തരവാദിത്വം നൽകി. യഥാർത്ഥത്തിൽ ശ്രീമതി ലാലി വിൻസെന്റ്, ഇന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടതുപോലെയാണോ കാര്യങ്ങൾ? മറിച്ചല്ലേ യാഥാർത്ഥ്യം? VM സുധീരൻ ഉള്ളതുകൊണ്ട് കുറെയെങ്കിലും മുഖം രക്ഷിക്കാൻ കോൺഗ്രസ് പാർട്ടിക്കും UDF-നും സാധിച്ചില്ലേ? ഈ തെരഞ്ഞെടുപ്പിന് ശേഷം പോലും അധാർമികമായ രീതിയിലുള്ള ഇടപാടുകൾ നടത്താതെ കുറെ കൂടി മെച്ചപ്പെട്ട നിലയിലെത്താൻ UDF-ന് ഇപ്പോൾ കളമശ്ശേരിയിൽ, ഇപ്പോൾ എറണാകുളത്ത് ലാലി വിൻസെന്റിൻ്റെ സ്വന്തം തട്ടകം എറണാകുളത്ത് കളമശ്ശേരിയിൽ ഭർത്താവിന് ശേഷം ഭാര്യ പാടില്ല എന്ന ഗൈഡ് ലൈൻ അല്പം മസിൽ പിടിച്ചിട്ടാണെങ്കിലും പാസ്സാക്കിയെടുക്കാൻ VM സുധീരന് കഴിഞ്ഞു. കൊച്ചി മേയറായി ഷൈൻ മാത്യു പേയ്മെൻറ്റ് സീറ്റാണെന്ന് ആരോപണമുണ്ടായിരുന്നു. ആദ്യം ഷൈൻ മാത്യുവിനും 2.5 വർഷം, പിന്നീട് ഇപ്പോഴത്തെ മേയർ സൗമിനി ജെയിന് രണ്ടാമത്തെ 2.5 വർഷവും എന്ന നിലയിലുമാണ് തീരുമാനിച്ചിട്ടുള്ളത്. നമുക്കറിയാം ആദ്യത്തെ 2.5 വർഷക്കാരൻ പിന്നത്തെ 2.5 വർഷക്കാരന് വിട്ടുകൊടുക്കില്ല എന്ന്. അപ്പോൾ ഇതെല്ലാം തട്ടി അകറ്റിയത് യഥാർത്ഥത്തിൽ VM സുധീരൻ്റെ നിലപാട് കൊണ്ടല്ലേ? തീർച്ചയായും അദ്ദേഹത്തെ അതിനെ അഭിനന്ദിക്കുക തന്നെ വേണം. ധാർമ്മികതയും നന്മയും ഉയർത്തിക്കാട്ടിക്കൊണ്ട് കോൺഗ്രസ് പാർട്ടിയുടെ നിലവാരവും ജനങ്ങളുടെ പ്രതീക്ഷയും ഉയർത്തുവാനുള്ള അദ്ദേഹത്തിൻ്റെ ധീഷണാശക്തിയും ധൈര്യവും പേര് പോലെ തന്നെ അംഗീകരിക്കപ്പെടേണ്ടതാണ്. ശ്രീ രമേശ് ചെന്നിത്തലയും അതിൽ സന്തോഷിക്കുകയും അദ്ദേഹത്തെ പ്രശംസിക്കുകയും തന്നെയാണ് ചെയ്തിട്ടുള്ളത്. മദ്യനിരോധനം പോലും സ്ത്രീകളുടെ മനസ്സിലുണ്ടാക്കിയിട്ടുള്ള സന്തോഷം ഈ വോട്ടിൽ പോലും പ്രകടമാണ്. പലയിടത്തും UDF-ന് മേൽക്കൈ ലഭിച്ചില്ല എന്നുള്ളത് പല കാരണങ്ങളാണ്. അത് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. സ്ഥാനാർത്ഥി നിർണയം ഒരിക്കലും KPCC ചെയ്തതല്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ അതാത് ജില്ലകളിലുള്ള നേതാക്കന്മാർ ജില്ലാ കമ്മിറ്റികൾ ഉണ്ടാക്കി തീരുമാനിക്കാനുള്ള പരിപൂർണ അവകാശം KPCC ജില്ലാ കമ്മിറ്റികൾക്ക് നൽകിയിരുന്നു. KPCC മോണിറ്ററിംഗ് അതോറിറ്റി ആയിരുന്നു. ജില്ലാ കമ്മിറ്റികളാണ് വീഴ്ചകൾ വരുത്തിയിട്ടുള്ളത്. ജില്ലാ കമ്മിറ്റികളുടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ അതൊക്കെ അംഗീകരിക്കുന്നു. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ 2 കാര്യങ്ങൾ, അത് VM സുധീരൻ്റെ നിലപാട് കൊണ്ടാണോ മാറ്റമുണ്ടായത്? കൊച്ചി മേയർ സ്ഥാനത്തേക്ക് ഷൈനി മാത്യുവിനെയാണ് ആദ്യം ഇവിടെ ഉള്ള കോൺഗ്രസിൻ്റെ A ഗ്രൂപ്പ് നേതാക്കൾ നിർദ്ദേശിച്ചിരുന്നത് 2.5 വർഷക്കാലത്തേക്ക് എന്നത് യാഥാർത്ഥ്യം തന്നെയല്ലേ? പിന്നീട് സുധീരൻ്റെ ഇടപെടൽ കൊണ്ടാണോ അത് മാറിപ്പോയത്? കോൺഗ്രസ് പാർട്ടിയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി വളരെ ഡിസ്കസ് ചെയ്തതിന് ശേഷം നോംസ് പുറപ്പെടുവിച്ചു. അതിൽ അദ്ദേഹത്തിനും പാർട്ടി നേതാക്കന്മാർക്ക് ഒരുപോലെ കൈയുണ്ട്. പാർട്ടി നേതാക്കന്മാർ ഏകകണ്ഠമായി തീരുമാനിച്ച് പാസാക്കിയ ഗൈഡ് ലൈൻസിൽ പ്രകാരമാണ് അദ്ദേഹം ആക്ട് ചെയ്തത്. അദ്ദേഹത്തിന് വ്യക്തിപരമായി മാത്രം പറയാൻ സാധിക്കില്ല. കമ്മിറ്റിയുടെ തീരുമാനമാണ്, അതിൽ അദ്ദേഹത്തിൻ്റെ വീറ്റോ ഉണ്ട്. പക്ഷേ കമ്മിറ്റിയുടെ തീരുമാനമായിരുന്നു, കമ്മിറ്റിയുടെ ഗൈഡ് ലൈൻസ് ആയിരുന്നു. KPCCക്ക് മൊത്തം അതിന് ഉത്തരവാദിത്വവും അഭിമാനവുമുണ്ട്. തെറ്റായ രീതിയിൽ ഒരു ഉന്നത സ്ഥാനങ്ങളിലും ആരും ഇരിക്കരുത്. കോൺഗ്രസ് KPCC അധ്യക്ഷൻ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഒരു മാർഗനിർദ്ദേശം പാർട്ടിയിൽ ഒരു കമ്മിറ്റി ഉണ്ടാക്കി രൂപീകരിക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്തു എന്നുള്ളത് കൊണ്ടുള്ള നഷ്ടങ്ങൾ എന്തൊക്കെയാണെന്നറിയാമോ? ഒന്ന്, കണ്ണൂർ കോർപ്പറേഷനിൽ ഇതാദ്യമായി UDF-ന് ഭരണം നഷ്ടപ്പെടുന്നു. അവിടെ രാഗേഷുമായുള്ള സമവായ ശ്രമം നടത്തിയെങ്കിൽ പോലും ഒരു വിമതന് അധ്യക്ഷ സ്ഥാനമോ ഡെപ്യൂട്ടി മേയർ സ്ഥാനമോ നൽകാൻ പാടില്ല എന്ന് പറഞ്ഞ് കർക്കശമാക്കിയതോടുകൂടിയാണ് രാഗേഷ് യഥാർത്ഥത്തിൽ LDF പക്ഷത്തേക്ക് വന്നത്. അതുമാത്രമല്ല, കളമശ്ശേരി നഗരസഭയിൽ ഭർത്താവിന് അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയ്ക്ക് അധികാരം കൈമാറുന്ന പരിപാടി ഈ പാർട്ടിയിൽ പറ്റില്ല എന്ന് ശഠിച്ചു. അങ്ങനെ കളമശ്ശേരിയിൽ താൻ നിശ്ചയിച്ചയാളെ നഗരസഭ ചെയർമാനാക്കാൻ VM സുധീരന് കഴിഞ്ഞു. പിന്നെ കൊച്ചി മേയർ സ്ഥാനം, ഇവിടെ ശ്രീമതി ലാലി വിൻസെൻ്റ് പറയാതെ പറയുന്നത് അവിടെ ഒരു പേയ്മെൻറ്റ് സീറ്റ് വിവാദത്തിൽ അടിസ്ഥാനമായ കാൻഡിഡേറ്റിനെ
മേയർ ആക്കാൻ ശ്രമം നടന്നിരുന്നു. പക്ഷേ അതും VM സുധീരൻ തട്ടിക്കളഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ആ നിലയിൽ അധാർമികമായ ചില നീക്കങ്ങൾ തടയാനെങ്കിലും KPCC അധ്യക്ഷന് കഴിഞ്ഞു. അല്ല, സുധീരൻ ശഠിച്ചിട്ടൊക്കെ ഉണ്ട്, പലതും ചെയ്തിട്ടുമുണ്ട്. പക്ഷേ നികേഷ് പറയുന്നത് പോലെ കോൺഗ്രസിനെ അതേതെങ്കിലും തരത്തിൽ മെച്ചപ്പെടുത്തി എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം കഴിഞ്ഞ ഒക്ടോബർ 17 മുതൽ ഇങ്ങോട്ട് സുധീരൻ പുറത്തിറക്കിയ ഓരോ പ്രസ്താവന എടുത്തു നോക്കിയാൽ ഒരു വിമതനെ അടുപ്പിക്കില്ല, വിമതൻ വന്നാൽ ആട്ടിപ്പുറത്താക്കും, വിമതനെ ഈ രാകേഷിനെ ഉൾപ്പെടെ പുറത്താക്കി. അങ്ങനെ വിമതർക്കെതിരെ അതിശക്തമായ നിലപാട് പ്രഖ്യാപിച്ച അതേ സുധീരൻ തന്നെയാണ് കണ്ണൂരിൽ ഒരു വിമതന്റെ പിന്തുണയോടെ കോൺഗ്രസിന് ഭരണം കിട്ടുമെന്ന് വന്നപ്പോൾ കോൺഗ്രസിലെ പ്രധാനപ്പെട്ട സീനിയർ ആയിട്ടുള്ള ഒരു മന്ത്രി KC ജോസഫിന്റെ നേതൃത്വത്തിൽ വിമതനായി ജയിച്ച രാകേഷുമായി ചർച്ച നടത്താനുള്ള ശ്രീ VM സുധീരന്റെ ഇന്നത്തെ സ്റ്റേറ്റ്മെന്റ് പോലും അതാണ്. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികൾക്ക് അവരെടുത്ത നടപടികൾ ലഘൂകരിക്കുന്നതിന് നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ അധ്യക്ഷ പദവിയോ ഉപാധ്യക്ഷ പദവിയോ നൽകിയിട്ട് ഈ വിമതരെ അനുനയിപ്പിക്കുന്ന പരിപാടി പറ്റില്ല എന്നാണ് VM സുധീരൻ അന്നും ഇന്നും ഇനി എന്നും പറയാനിരിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് കണ്ണൂർ കോർപ്പറേഷൻ നഷ്ടപ്പെട്ടത്. ഈ PK രാഗേഷിന്റെ കാര്യത്തിൽ മിനിയാന്ന് രാത്രി ഇതേ ചർച്ചയിൽ PK രാഗേഷും അഡ്വക്കേറ്റ് സണ്ണി ജോസഫും ഉണ്ടായിരുന്നു. അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് അന്ന് ചർച്ചയിൽ പറഞ്ഞത് PK രാഗേഷിന് ആവശ്യം ഉപാധ്യക്ഷ പദവിയാണ്, അത് ഞങ്ങൾക്ക് കൊടുക്കാൻ കഴിയില്ല, അത് ലീഗിന് വെച്ച് നീട്ടിയിരിക്കുകയാണെന്നാണ്. അപ്പോൾ PK രാഗേഷ് യഥാർത്ഥത്തിൽ UDFന്റെ കയ്യിൽ നിന്ന് പോയത് ഉപാധ്യക്ഷ പദവി കൊടുക്കാത്തത് കൊണ്ടാണ്, അത് സുധീരന്റെ നിലപാട് കൊണ്ടാണ്. ഉപാധ്യക്ഷ പദവി കൊടുക്കാത്തത് കൊണ്ടാണ് പോയതെങ്കിൽ PK രാഗേഷ് കൃത്യമായിട്ട് LDFിൽ നിന്ന് ഉപാധ്യക്ഷ പദവി വാങ്ങുമായിരുന്നു. അദ്ദേഹത്തിന് വെച്ച് നീട്ടിയതാണ് ഉപാധ്യക്ഷ പദവി, അതല്ല വിഷയം. PK രാഗേഷിന് ഉപാധ്യക്ഷ പദവി കൊടുത്താൽ 10 അംഗങ്ങളുള്ള ലീഗ് പിന്മാറും, UDF തകരും എന്ന കൃത്യമായ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അല്ലാതെ PK രാഗേഷിന് ഒരു ഘട്ടത്തിന് ഉപാധ്യക്ഷ പദവി കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല. അദ്ദേഹവുമായിട്ടുള്ള ഒത്തുതീർപ്പ് ചർച്ച നടപ്പാകില്ല എന്ന് ഉറപ്പായപ്പോൾ മാത്രമാണ് കിട്ടാത്ത മുന്തിരി പുളിക്കും എന്ന രീതിയിലേക്ക് സുധീരൻ ഉൾപ്പെടെ എത്തിയത്. അല്ലെങ്കിൽ ഈ PK രാഗേഷ് തയ്യാറായിരുന്നില്ല. ദീർഘകാല രാഷ്ട്രീയത്തിലാണ് PK രാഗേഷ് നോക്കുന്നത് എന്നുകൊണ്ടായിരിക്കണം അത്. ദയവായി തുടരുക. അഡ്വക്കേറ്റ് ജയശങ്കർ, RMPക്കാരെ വിളിച്ചിട്ട് ഇപ്പോൾ കിട്ടുന്നില്ല. RMP ആത്മഹത്യാപരമായ ഒരു സമീപനമാണോ ഇന്ന് എടുത്തിരിക്കുന്നത്? ഒഞ്ചിയത്ത് RMPയും UDFും തമ്മിൽ സഖ്യമുണ്ടാക്കിയിരിക്കുകയാണ്. ലീഗുകാരുടെ പിന്തുണയോടുകൂടിയാണ് RMP ഇപ്പോൾ ഒഞ്ചിയം പഞ്ചായത്ത് പിടിച്ചെടുത്തിരിക്കുന്നത്. ഇത് ആ പാർട്ടിക്ക് ഗുണം ചെയ്യുമോ? അത് ഒരു ശരിയായ നടപടിയല്ല. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ CMPയും RMPയും തമ്മിൽ എന്താ വ്യത്യാസം? CMP പോലുള്ള പാർട്ടികൾ, ഗൗരിയമ്മ JSS ഉണ്ടാക്കിയ പോലെ അവരുടെ സ്പേസ് എന്ന് പറയുന്നത് UDFിലാണ്. RMP ഇത്ര നാൾ ഇങ്ങനെ ഒരു സ്ട്രഗിൾ ചെയ്ത് നിൽക്കേണ്ടതെന്ന് അവർ UDFിലേക്ക് പോകാഞ്ഞതുകൊണ്ടാണ്. UDFിലേക്ക് പോയിരുന്നെങ്കിൽ ചന്ദ്രശേഖരൻ മരിക്കുമായിരുന്നില്ല. അന്ന് വടകര ലോക്സഭാ സീറ്റ് വെച്ച് നീട്ടിയപ്പോൾ അദ്ദേഹം സ്വീകരിച്ചില്ല. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പിൻഗാമികൾ, അനന്തരാവകാശികൾ എന്ന് പറയുന്ന ആളുകൾ ഇവിടെ വിട്ടുവീഴ്ച ചെയ്ത് മുസ്ലിം ലീഗിൻ്റെ വോട്ടോടുകൂടിയാണെങ്കിൽ പോലും ഒഞ്ചിയത്ത് വന്നിരിക്കുന്നു. മുസ്ലിം ലീഗിൻ്റെ വോട്ട് സ്വീകരിക്കാം, കോൺഗ്രസിൻ്റെ സ്വീകരിക്കാൻ പറ്റില്ല എന്ന് പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല. രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം? ഒരു കാര്യം. പിന്നെ ഇവിടെ ലാലി വിൽസൻ്റെ പറഞ്ഞ കാര്യം, VM സുധീരൻ അത്ര കർക്കശമായ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ കൊച്ചി മേയർ സ്ഥാനം A ഗ്രൂപ്പുകാർ തൂക്കി വെക്കുമായിരുന്നു. എന്ന് മാത്രമല്ല കളമശ്ശേരി മുനിസിപ്പാലിറ്റി, നമ്മൾ ഇവിടെ നിന്ന് സംസാരിക്കുന്ന ഈ മുനിസിപ്പാലിറ്റിയിൽ ഏതാണ്ട് ബീഹാർ പോലെ ലാലു പ്രസാദ് യാദവ് കഴിഞ്ഞ റബറി ദേവി എന്ന് പറഞ്ഞ പോലെയുള്ള ഒരു ഭരണം വരുമായിരുന്നു. സുധീരൻ്റെ ഒറ്റപ്പിടുത്തം കൊണ്ടാണ് അത് നടക്കാതെ പോയത്. ഇതിന് വിപരീതമായൊരു സംഭവം ഞാൻ പറയാം. ഇവിടുന്ന് അധികം ദൂരമില്ലാതെ മരട് മുനിസിപ്പാലിറ്റി ഈ മാനദണ്ഡം ലംഘിച്ച് 2 റിബലുകളുണ്ടായിരുന്നു. ഒന്ന് ഒരു മുസ്ലിം ലീഗ് നേതാവിന് തോപ്പിച്ച റിബൽ, ഒന്ന് I ഗ്രൂപ്പുകാരനെ തോപ്പിച്ച റിബൽ. ഈ 2 റിബലുകൾക്കും 2.5 വീതം വർഷം കൊടുക്കാമെന്ന് പറഞ്ഞ് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കി, മന്ത്രി ബാബു. അപ്പോൾ അവിടെയുള്ള I ഗ്രൂപ്പുകാർ ചോദിച്ചു ഇതെങ്ങനെ ശരിയാവും? KPCCയുടെ മാനദണ്ഡം എന്താണ്? മാനദണ്ഡം റിബലുകൾക്ക് ഉപാധ്യക്ഷ സ്ഥാനം കൊടുക്കരുത് എന്നുള്ളതാണ്. അപ്പോൾ ബാബു പറഞ്ഞു സുധീരൻ അതുപോലെ പലതും പറയുമെന്ന് ഇവിടെ നടക്കില്ല എന്ന് പറഞ്ഞ് ആ റിബലിനെ ഡെപ്യൂട്ടി നമ്മുടെ വൈസ് ചെയർമാൻ സ്ഥാനാർത്ഥിയാക്കി. പക്ഷേ എന്ത് പറ്റിയെന്ന് വെച്ചാൽ 2 കോൺഗ്രസ്സുകാർ വിട്ടു നിന്നു. അതുകൊണ്ട് CPM സ്ഥാനാർത്ഥി ജയിച്ചു. ചെയർപേഴ്സണായിട്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥി ഇവരെല്ലാവരും കൂടി വോട്ട് ചെയ്ത് ജയിപ്പിച്ചു. റിബലുകൾ അടക്കം വോട്ട് ചെയ്തു. ഉച്ചയ്ക്ക് ശേഷം വൈസ് ചെയർമാൻ്റെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആണ് ഈ പറഞ്ഞ നാടകം അരങ്ങേറിയത്. ഈ റിബലിനെ വൈസ് ചെയർമാനാക്കാൻ ശ്രമിച്ചു. അങ്ങനെയാണ് ഇപ്പോൾ KPCCയുടെ മാനദണ്ഡം തെറ്റുമായിരുന്നു. പക്ഷേ 2 കോൺഗ്രസ്സുകാർ വിട്ടു നിന്നതുകൊണ്ട്, പക്ഷെ പൊതുവായി സുധീരൻ പറഞ്ഞ രീതിയിൽ കാര്യങ്ങൾ നടന്നു. സുധീരൻ പറഞ്ഞതുകൊണ്ടാണ്. ഒരുപക്ഷെ മരടിലും സുധീരൻ ഇടപെട്ടിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമായിരുന്നില്ല. ഹരിഹരൻ RMP നേതാവ് ടെലിഫോൺ ലൈനിൽ. ശ്രീ ഹരിഹരൻ, ഒഞ്ചിയത്ത് RMP ലീഗിൻ്റെ പിന്തുണയോടുകൂടിയാണ് ജയിച്ചിട്ടുള്ളത്. ഇത്
ആർ എം പിക്ക് സ്വീകാര്യമായ ഒരു കാര്യം തന്നെയാണോ, അതോ ആ പഞ്ചായത്ത് കമ്മിറ്റി എടുത്ത തീരുമാനമാണോ? ഒഞ്ചിയത്ത് പൊതുവിൽ ചന്ദ്രശേഖരന്റെ കൊലപാതകത്തിന് ശേഷം CPM-നോടുള്ള ഒരു വലിയ വൈകാരികമായ എതിർപ്പുണ്ട്. അത്തരം ഒരു സന്ദർഭത്തിൽ CPM അധികാരത്തിൽ വരരുതെന്ന് അവിടുത്തെ ആരംഭിക്കാർ മാത്രമല്ല അവിടുത്തെ മുഴുവൻ ജനങ്ങൾക്കും അങ്ങനെ അഭിപ്രായമുണ്ട്. തീർച്ചയായിട്ടും ലീഗിന്റെ 2 അംഗങ്ങള് ആരംഭിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ലീഗിന്റെ പോലും ഒരു ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രാദേശിക വികാരത്തിന്റെ ഭാഗമായിട്ട് വന്നൊരു കാര്യമാവാനാണ് സാധ്യത. ഇവിടെ കാസർഗോഡ് BJP-യുടെ പിന്തുണയുണ്ട് എങ്കിൽ LDF-ന് അവിടെ ജില്ലാ പഞ്ചായത്ത് പിടിക്കാമായിരുന്നു. പക്ഷേ BJP പിന്തുണയ്ക്കുകയാണ് എങ്കിൽ, ആ 2 വോട്ടുകൾ കൊണ്ടാണ് തങ്ങൾ ജയിക്കുന്നത് എങ്കിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പദവി തങ്ങൾക്ക് ലഭിച്ച ഉടൻ അത് രാജിവെക്കും എന്ന് പ്രഖ്യാപിക്കുകയും ആ നിലയ്ക്ക് BJP അതിൽ നിന്ന് പിൻവാങ്ങുകയും ഒക്കെയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഒരു മാതൃക നിങ്ങളുടെ മുമ്പിൽ ഉണ്ടായിരുന്നോ? അല്ല, ഇതിലിപ്പോ LDF-ന്റെയും UDF-ന്റെയും കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. കാരണം നിങ്ങൾ അന്വേഷിക്കേണ്ടത് ഈ CPM-ന്റെ വലിയ നേതാവ് എളമരം കരീമിന്റെ പഞ്ചായത്തിൽ, വാഴക്കാട് പഞ്ചായത്തിൽ ആരൊക്കെയാണ് ഭരിക്കുന്നത് നോക്കിയാൽ മതി. അവിടെ CPM-ഉം കോൺഗ്രസും തമ്മിൽ എന്താണ് ബന്ധം എന്ന് അന്വേഷിക്കുക. കൊണ്ടോട്ടി മുനിസിപ്പാലിറ്റിയിൽ എന്താണ് ബന്ധം എന്ന് അന്വേഷിക്കുക. പരപ്പനങ്ങാടി ഉണ്ടാക്കിയ വികസന മുന്നണിയിൽ ഏതൊക്കെ കക്ഷികളാണ് ഉണ്ടായിരുന്നത് അന്വേഷിക്കുക. പറപ്പൂർ പഞ്ചായത്തിലെ BJP ഉൾപ്പെടെയുള്ള ഒരു മുന്നണിയാണ് CPM-ന് നേതൃത്വത്തിലുള്ളത്. ഇതൊക്കെ കേരളത്തിലാണ്, മലപ്പുറം ജില്ലയിൽ മാത്രമല്ല മറ്റെല്ലായിടത്തും ഇത് നടന്നിട്ടുണ്ട്. ഞങ്ങൾ അവിടെ ചെയ്തത് ചന്ദ്രശേഖരന്റെ കൊലപാതകത്തിന് ശേഷം CPM ഭരണത്തിൽ വരാൻ പാടില്ല എന്നുള്ള ജനകീയ വികാരം അവിടുത്തെ ആളുകൾ ഉന്നയിച്ചിട്ടുണ്ട്. RMPയെ സംബന്ധിച്ച് അതിൽ ശരിയാണോ തെറ്റാണോ എന്ന് ഞങ്ങൾ അന്വേഷിക്കേണ്ട കാര്യമാണ്. ഇവിടെ അഡ്വക്കേറ്റ് ജയശങ്കർ ഇപ്പോൾ പറയുകയായിരുന്നു, നേരത്തെ TP ചന്ദ്രശേഖരൻ ഉണ്ടായിരുന്ന കാലത്ത് ഒരുപക്ഷെ അദ്ദേഹത്തിന് വേണമെങ്കിൽ കോൺഗ്രസുമായി UDF-ഉമായി സഖ്യം ചെയ്യാമായിരുന്നു. അങ്ങനെ സഖ്യം ചെയ്തിരുന്നുവെങ്കിൽ TP ചന്ദ്രശേഖരൻ കൊല ചെയ്യപ്പെടില്ലായിരുന്നു എന്ന്. അല്ല, ചന്ദ്രശേഖരനെ കൊന്നല്ലോ. ചന്ദ്രശേഖരനെ ആ നിലപാട് കൊണ്ട് കൊല്ലാതിരുന്നിട്ടില്ലല്ലോ CPM. അതൊക്കെ കൊലപാതകത്തെ കുറിച്ചാണ് സംസാരിക്കേണ്ടത്. ചന്ദ്രശേഖരന്റെ കൊലപാതകത്തെ കുറിച്ച് PM മനോജ്, ഇപ്പോ വടകര ലോക്സഭാ സീറ്റ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു. വടകരയിലെ MLA സ്ഥാനം നിങ്ങൾക്കില്ല, ബ്ലോക്ക് നിങ്ങളുടെ കയ്യിലില്ല. അതിന് കീഴിലുള്ള CK നാണു ജനതാദളിന്റെ, ശരിയാണ്. അതിന് കീഴിലെ 4 ഗ്രാമപഞ്ചായത്തുകൾ, നമ്മളിപ്പോൾ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലേക്കൂടെയാണല്ലോ പോയിക്കൊണ്ടിരിക്കുന്നത്. 4 ഗ്രാമപഞ്ചായത്തുകൾ ഒഞ്ചിയം, ഏറാമല, അഴിയൂർ, ചോറോട്, ഇതെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു ചരിത്രത്തിൽ ആദ്യമായി. നാണു UDF-ന്റെ PM മനോജ്. അല്ല, ഇപ്പൊ പറഞ്ഞ ചോറോട് പഞ്ചായത്തിൽ RMPയുടെ പിന്തുണയോടെ കോൺഗ്രസ് ആണ് പ്രസിഡന്റ് ആയിട്ടുള്ളത്. അതുപോലെ അഴിയൂര് നേരത്തെ തന്നെ RMPക്ക് ശക്തിയുള്ള സ്ഥലമാണ്. അത് മറ്റൊരു കാര്യം. RMP എന്ന പ്രസ്ഥാനം രൂപം കൊണ്ടത് ഈ 4 പഞ്ചായത്തുകളിലാണ്. അവിടെയാണ് ഒഞ്ചിയമാണ് അതിൻ്റെ മോസ്കോ. ആ മോസ്കോയിലാണ് CPM-ന് 7, RMPക്ക് 6, ലീഗിന് 2. ആ ലീഗിൻ്റെ 2 സ്ഥാനാർത്ഥികൾ മത്സരിച്ചത് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളായിട്ടല്ല, UDF-ന്റെ സ്ഥാനാർത്ഥികളായിട്ടാണ്. അതിന് തൊട്ടടുത്താണ് ഷിബിൻ എന്ന ചെറുപ്പക്കാരനെ കൊന്നത് ലീഗ്. ആ ലീഗുകാർ കൊന്ന ഷിബിൻ്റെ വീട്ടിൽ പോയിട്ട് രമ കണ്ണീരൊഴുക്കിയത് നാം എല്ലാം കണ്ടതാണ്. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് CPIM എന്ന പ്രസ്ഥാനത്തെ ഒറ്റപ്പെടുത്താൻ വേണ്ടി CPIM-നേക്കാൾ വലിയ മാർക്സിസവും കൊണ്ട് നടക്കുന്ന RMP 6 സീറ്റിൽ ഒതുങ്ങി CPIM വലിയ പാർട്ടിയായി. അപ്പോഴാണ് ഇതുവരെ നടന്ന കാര്യം തന്നെയാണ്. UDF-ഉമായി ഹരിഹരൻ്റെ പാർട്ടിക്ക് എല്ലാ കാലത്തും ബന്ധമുണ്ടായിരുന്നു. ആ ബന്ധം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. അതിനിപ്പോൾ CPM-ന് എന്ത് ചെയ്യാൻ പറ്റും? CPM തളരുകയല്ലേ ആ മേഖലയിലാകെ തന്നെയും? നിങ്ങൾ പറയുന്നത് RMPക്കാർ CPM-ലേക്ക് മടങ്ങി വരുന്നുണ്ട്. ഇപ്പോൾ RMP എടുത്ത നിലപാട് CPM-ലേക്കുള്ള മടങ്ങി വരവിന് ആക്കം കൂട്ടും എന്നൊക്കെ പറയുമ്പോഴാണ് ഞാൻ ഈ കണക്ക് നോക്കിയത്. ശരിയാണ്, അവിടെ CK നാണുവാണ് വടകരയിലെ MLA എങ്കിൽ തന്നെയും പൊതുവെ ലോക്സഭാ സീറ്റില്ല, ബ്ലോക്കില്ല, 4 ഗ്രാമപഞ്ചായത്തുകളിൽ 4 നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളൊരു സ്ഥിതിവിശേഷം വടകര പോലെ CPM-ന്റെ കേരളത്തിലെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രങ്ങളിൽ ഒന്നായ വടകരയിൽ ഇതാണ് CPM-ന്റെ അവസ്ഥ. അല്ലല്ലല്ല, അങ്ങനെയല്ല പറയേണ്ടത്. വടകരയിലും ഒഞ്ചിയം മേഖലയിലും CPIM പാടെ തകർന്നു. CPIM-ന് പകരം ആ പ്രദേശത്ത് ഒരു പുതിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉദയം ചെയ്തിരിക്കുന്നു. അതാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നാണ് ഇന്നലെ വരെ പ്രചരിപ്പിച്ചത്.
അതിനുശേഷം ടി പി ചന്ദ്രശേഖരൻ്റെ കൊലപാതകത്തിന് ശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അവിടെ ഇനി എണീറ്റ് നിൽക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞിരുന്നത്. ആ പറഞ്ഞിരുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം ഒഞ്ചിയം പഞ്ചായത്താണ്. ആ ഒഞ്ചിയം പഞ്ചായത്തിൽ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി വന്നത് CPIM ആണ്. CPIMനാണ് 7 സീറ്റ് കിട്ടിയത്. ആ CPIM ഏതെങ്കിലും തരത്തിൽ അധികാരത്തിൽ വരുന്നത് തടയാനാണ് UDF സ്ഥാനാർത്ഥികളായി മത്സരിച്ച 2 ലീഗുകാരുടെ പിന്തുണ കൂടി ഹരിഹരൻ്റെ പാർട്ടി നേടിയത്. അതുമാത്രമല്ല, ചോറോട് പഞ്ചായത്തിൽ UDF ഭരണത്തിൽ വരാൻ പിന്തുണ കൊടുക്കുന്നത് RMP ആണ്. അങ്ങനെ വിചിത്രമായ, ഇതുവരെ കോൺഗ്രസ് വിരോധം പറഞ്ഞ RMP കോൺഗ്രസുമായി ലീഗുമായി കൂട്ടുചേർന്ന് CPMനെ തകർക്കാൻ ശ്രമിക്കുന്ന കാഴ്ചയാണ് അവിടെ കാണുന്നത്. അത് മറികടന്നുകൊണ്ട് പടിപടിയായി CPIM മുന്നോട്ട് വരുന്നതും ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ഓരോന്നിലായിട്ട് കാണാൻ കഴിയും. അതാണ് ഒഞ്ചിയത്തിൻ്റെ സൂചന. തുടരുക. ശ്രീമതി ശോഭ സുരേന്ദ്രൻ, ഒന്ന്, കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിൽ LDFനെ പിന്തുണയ്ക്കാനൊരു ശ്രമം നടത്തി. LDF കുപ്പായം ഊരി കൈ തന്ന് ഓടി രക്ഷപ്പെട്ടു, നിങ്ങളുടെ പിന്തുണ വേണ്ട എന്ന് പറഞ്ഞ്. ശരിയാണ്, നിങ്ങൾക്ക് പാലക്കാട് ചെയർമാൻ സ്ഥാനം ലഭിച്ചിരിക്കുന്നു, തിരുവനന്തപുരത്ത് പ്രധാന പ്രതിപക്ഷമാകാൻ കഴിഞ്ഞിരിക്കുന്നു, ഇവിടെ നമ്മുടെ K ബാബുവിൻ്റെ നാട്ടിൽ പ്രധാന പ്രതിപക്ഷമാവാൻ കഴിഞ്ഞിരിക്കുന്നു, കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയിൽ പ്രധാന പ്രതിപക്ഷമാകാൻ കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ചില തുരുത്തുകളിൽ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നത് ശരിയാണ്. എങ്കിൽ തന്നെയും ഇപ്പോഴും BJP വേണമെങ്കിൽ 2 മുന്നണികൾക്കും അകറ്റി നിർത്താൻ കഴിയുന്ന ഒരു അധികാര കേന്ദ്രം തന്നെയാണ്, അല്ലെങ്കിൽ അകറ്റി നിർത്താൻ കഴിയുന്ന ഒരു പൊളിറ്റിക്കൽ ശക്തി മാത്രമാണ് നിങ്ങൾ എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പോടുകൂടി, ഇതായിരുന്നല്ലോ ഏറ്റവും വലിയ ശക്തി പ്രകടനം കാഴ്ചവെക്കേണ്ട തെരഞ്ഞെടുപ്പ്. പ്രത്യേകിച്ച് വെള്ളാപ്പള്ളി നടേശൻ്റെ പാർട്ടിയുമായോ അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശൻ്റെ SNDP യോഗവുമായും ഒക്കെ തന്നെ നേരിട്ട് സഖ്യം ചെയ്ത് ഏറ്റവും പ്രഭയോടുകൂടി നിൽക്കുന്ന സമയം ഇതാണല്ലോ. ആ സമയത്ത് പോലും പൂർണ്ണമായ ഒരു വിജയം നേടാൻ കഴിഞ്ഞോ പാർട്ടിക്ക് എന്നൊരു ആത്മവിമർശനത്തിൻ്റെ സമയമല്ലേ ഇത്? ഭാരതീയ ജനതാ പാർട്ടിക്ക് 28,77,000 വോട്ടാണ് ഇത്തവണ കിട്ടിയിട്ടുള്ളത്. ഇവിടെ 21 MLA-മാരുള്ള മുസ്ലിം ലീഗിന്, 2 MP-മാരുമുള്ള മുസ്ലിം ലീഗിന് കിട്ടിയ വോട്ട് 14,77,339 വോട്ടാണ്. നമ്മുടെ RSP 2 MLA, മന്ത്രി, MP ഒക്കെ ഉണ്ടല്ലോ, കിട്ടിയിട്ടുള്ള വോട്ട് 79,422 വോട്ടാണ്. അപ്പോ 2 MLA ജനതാദൾ S 76,116 വോട്ടാണ്. കേരള കോൺഗ്രസ് ജേക്കബ് 23,392 വോട്ടാണ്. ഇങ്ങനെയുള്ള കക്ഷികളും മുന്നണികളും അവരുടെ വോട്ടിംഗ് പെർസെൻറ്റേജും ഒക്കെ ചേർത്തുകൊണ്ട് ഇരു മുന്നണികളും കേരള രാഷ്ട്രീയം മാറി മാറി കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ വലിയ പ്രഭ ഉണ്ടാക്കി എന്ന് ഞങ്ങൾക്ക് മാത്രമല്ല വിശ്വാസം, കേരളത്തിലെ ജനങ്ങൾക്ക് വിശ്വാസമുണ്ട്. ഞങ്ങളുടെ വോട്ടിംഗ് പെർസെൻറ്റേജ് 15.6%. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു വസ്തുത, ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു മിനി പെർഫോമൻസ് ആണ് ഇപ്പോ പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ കണ്ടത്. എന്താ കാരണം? ഞങ്ങൾ പ്രാദേശിക തലത്തിലാണ് സഖ്യം ചെയ്തിട്ടുള്ളത്. ഇനി അടുത്ത് വരാൻ പോകുന്നതാണ് ഞങ്ങളുടെ മാസ്റ്റർ പെർഫോമൻസ്. ആ മാസ്റ്റർ പെർഫോമൻസിനകത്ത് എങ്ങനെയാണ് ഈ പെർസെൻറ്റേജിന്റെ ഡിഫറൻസ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾ ഇനി കളിക്കാൻ പോകുന്ന കളിയാണ് കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും നല്ല അവസരമാണ് ഈ ടെലിവിഷൻ ചർച്ച. അതിപ്പോ പറഞ്ഞ സസ്പെൻസ് 16% വരുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ വോട്ടിംഗ് പെർസെൻറ്റേജ്, ഞങ്ങളുടെ വോട്ട് ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ ഇവിടെ 6%, 8%, 3%, 3.5% ഒക്കെ വോട്ട് എവിടെ നിന്ന് സ്വാംശീകരിക്കാൻ സാധിക്കും എന്ന് ഞങ്ങൾ കൃത്യമായി പഠിച്ചുകൊണ്ട് തന്നെയാണ് ഇവിടെ വളരെ വലിയ ഒരു ജനകീയ ബദൽ എന്നുള്ള പോയിന്റ് ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. ഞങ്ങളുടെ അടിയിലേക്ക് വരാൻ തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ട് സംസ്ഥാന തലത്തിലാണ് നിയമസഭാ മണ്ഡലങ്ങൾ വേർതിരിച്ചെടുക്കാൻ ഇതിനകം തന്നെ ഇതിലെ വോട്ട് ഷെയർ നോക്കിയാൽ BJPക്ക് കഴിയും. തിരുവനന്തപുരത്തെ 4-5 മണ്ഡലങ്ങൾ, കാസർഗോട്ടെ 2-3 മണ്ഡലങ്ങൾ എന്നതിനപ്പുറത്തേക്ക് ചെങ്ങന്നൂർ, തൃപ്പൂണിത്തറ പോലുള്ള തുരുത്തുകൾ സൃഷ്ടിക്കാനും BJPക്ക് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് വലിയ വിജയമായി അവർ കാണുന്നു എന്ന് മാത്രമല്ല, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി 4-5 മാസങ്ങൾ ഉണ്ടെങ്കിൽ ആ 4-5 മാസത്തിലേക്ക് BJP വെറുതെ ഇരിക്കുകയായിരിക്കില്ല. ഈ മണ്ഡലങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോവുകയായിരിക്കും ചെയ്യുക. അങ്ങനെ കേരള നിയമസഭയിൽ അക്കൗണ്ട് തുറക്കാനായിരിക്കും അവരുടെ മുഴുവൻ ശ്രദ്ധയും.
അല്ല, BJP ഒരു നിസ്സാര ശക്തിയാണ് എന്നൊന്നും ഞാൻ കരുതുന്നില്ല. BJP കുറേ വർഷങ്ങളായിട്ട് കേരളത്തിൽ ശക്തമായ സ്വാധീനം ചെലുത്തുന്ന പാർട്ടി തന്നെയാണ്. അതുകൊണ്ടാണ് അവർക്ക് ഇത്തവണ കഴിഞ്ഞ തവണ നേടിയതിനേക്കാൾ കൂടുതൽ വോട്ട് വാങ്ങാൻ കഴിഞ്ഞതും. പക്ഷേ ഇത്തവണ കഴിഞ്ഞ തവണ മത്സരിച്ച BJP അല്ല കേരളത്തിൽ മത്സരിച്ചത്. അവരുടെ കൂടെ 100-100 ചില്ലുവാനും സംഘടനകളുണ്ടായിരുന്നു. കേരളത്തിലെ ഈഴവരുടെ കുത്തക അവകാശപ്പെട്ടുകൊണ്ട് അവരുടെ കൂടെ ചേർന്ന വെള്ളാപ്പള്ളി നടേശനുണ്ടായിരുന്നു. നായാടി മുതൽ നമ്പൂതിരി വരെ എന്ന് പറഞ്ഞ് സംഘടനകളെ ആകെ കൂട്ടിച്ചേർക്കാൻ നടത്തിയ ശ്രമങ്ങളുണ്ടായിരുന്നു. എന്നിട്ട് പോലും BJPക്ക് 15% തൊടാൻ കഴിഞ്ഞില്ല എന്നത് യഥാർത്ഥത്തിൽ ഒരു പരിതാപകരമായ കാര്യമാണ്. കാരണം ഓരോ തെരഞ്ഞെടുപ്പിലും ഇവർ ഇപ്പം കിട്ടും, ഇപ്പം തുറക്കും എന്ന് പറഞ്ഞ് വരികയല്ലാതെ ഇതുവരെ അക്കൗണ്ട് തുറന്നിട്ടില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, കഴിഞ്ഞ 2010 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 5 പഞ്ചായത്ത് ഉണ്ടായിരുന്നു. ഇപ്പോൾ +100 സംഘടന കൂടിയായപ്പോൾ, വെള്ളാപ്പള്ളി നടേശൻ്റെ ഈ നമ്പൂരി നായാടി മുന്നണി കൂടിയായപ്പോൾ അവർക്കുള്ളത് 14 പഞ്ചായത്ത്. ഈ വളർച്ച എന്ന് പറയുന്നത് 2-3 തരത്തിലുണ്ടല്ലോ. ഒന്ന് ത്വരിതഗതിയിലുള്ള വളർച്ച, മന്ദഗതിയിലുള്ള വളർച്ച. ഇതിപ്പോൾ ഏത് ഗതിയിലാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. തുടരുക. ഞാൻ മടങ്ങിയെത്താം. പൊമ്പിള ഒരുമയുടെ നേതാവ് ശ്രീമതി ലിസി സണ്ണി, UDF-നാണ് പിന്തുണ, എന്തുകൊണ്ട്? അല്ല, അതായത് UDF-ന് പിന്തുണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വന്ന് വോട്ട് ഇട്ടവരോടും വോട്ട് മേടിച്ചവരോടും ചോദിക്കണം. ഞങ്ങളല്ല അതിന്റെ ആളുകള്. പിന്നെ ആരാണ്? അതായത് വോട്ട് ഏത് ഇപ്പം ഒരു വാർഡുണ്ടെങ്കിൽ ആ വാർഡിൽ ഒരു മെമ്പറെ നിർത്തുന്നത് അവിടുത്തെ ജനങ്ങളാണ്. ആ ജനങ്ങൾ വോട്ടിടുന്നു. അവർ പറയുന്ന മാതിരിയെ ആ മെമ്പർ കേൾക്കാൻ പറ്റത്തുള്ളൂ. ഞങ്ങൾ പറയുന്ന മാതിരി അവർ കേൾക്കുമോ? അവർക്ക് വോട്ടിട്ടവര് അവര് പറഞ്ഞു ഞങ്ങൾക്ക് കോൺഗ്രസിന് പിന്തുണയായിട്ട് പോകണം എന്ന് അവര് പറഞ്ഞു. അവരെല്ലാരും കൂടെ ഒന്നിച്ചു വന്ന് പറയുകയാണോ ചെയ്തത്? എങ്ങനെയാണത്? അങ്ങനെയല്ല. ഇപ്പൊ ഒരു വാർഡ് ഉണ്ടെങ്കിൽ ആ വാർഡിലുള്ളവര് പറഞ്ഞ് ആ ജനങ്ങൾ അവിടുത്തെ പൊമ്പിള ഒരുമയുടെ നേതാക്കളെല്ലാം ഞങ്ങൾ പൊമ്പിള ഒരുമയെന്ന് പറഞ്ഞ് നിന്നെ നിർത്തി ഞങ്ങൾ പറയുന്ന സ്ഥലത്ത് നീ പിന്തുണ കൊടുക്കണം എന്നാ മെമ്പറിനോട് ആവശ്യപ്പെടുമ്പോൾ അവർ കൊടുത്തു തന്നെ തീരും. അങ്ങനെയൊന്നും അല്ല ശ്രീമതി ലിസി സണ്ണി. നമുക്ക് ഈ കാര്യങ്ങളെ കുറിച്ച് ധാരണയുള്ള ആളുകളോടാണ് സംസാരിക്കുന്നതെന്ന് ദയവായി മനസ്സിലാക്കണം. അവിടെ മൂന്നാർ ഗ്രാമപഞ്ചായത്തിൽ LDF-ന്റെ കയ്യിൽ 10 ഉണ്ടായിരുന്നു അല്ലേ? അതെ. UDF-ന്റെ കയ്യിൽ 9. 2 പൊമ്പിള ഒരുമേ. അതെ. നിങ്ങൾ യഥാർത്ഥത്തിൽ ജനവിധി അട്ടിമറിക്കുകയല്ലേ ചെയ്തത്? ഞങ്ങൾ ഒരിക്കലും അട്ടിമറിച്ചിട്ടില്ല. ഞങ്ങൾ ഇതുവരെയെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ് പോലും UDF-ന്റെ നേതാക്കൾ പോലും എന്നോട് ഈ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല. ഞാൻ അവരോടൊട്ട് ചോദിച്ചിട്ടുമില്ല. പക്ഷേങ്കിൽ ഞങ്ങളുടെ മെമ്പറെ വിളിച്ച് ഞങ്ങൾ ആവശ്യപ്പെട്ടു, എന്താണ് ചെയ്യാൻ പോണേ, നമുക്ക് ഒന്നിച്ച് നിൽക്കാം, നമ്മൾ ഒറ്റകക്ഷിയായിട്ട് നിൽക്കാം, നമ്മൾ പിന്തുണ ആർക്കും കൊടുക്കണ്ട, നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കാം എന്ന് അവരോട് ഞങ്ങൾ ആലോചിച്ചപ്പോൾ രാവിലെ ഗോമതിയെ ഫോണിൽ വിളിച്ചപ്പോൾ ഗോമതിക്ക് ഇതൊന്നും അറിയില്ല എന്നുള്ള നിലയിലാണ്. മാത്രമല്ല ഇത് ലിസി സണ്ണിയുടെ ഒരു ഓപ്പറേഷൻ ആയിട്ടാണ് ഗോമതി അതിനെ കാണിക്കുന്നത്. അല്ല, ഞാൻ പറയട്ടെ, ഗോമതിയെ ഞങ്ങൾ ഇപ്പം ഗോമതിക്കും ഞങ്ങൾക്ക് യാതൊരു ബന്ധമില്ലാത്ത രീതിയിലായല്ലോ. ഗോമതിയോട് ചോദിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഗോമതി ഇതിൽ ആരാണ്? ഗോമതി പറയാൻ ഗോമതിയല്ലേ കുറെ കൂടി വലിയൊരു ഡിവിഷനിൽ വിജയിച്ചത്. ദേവികുളം ബ്ലോക്കിലെ നല്ലതണ്ണിയിൽ ജയിച്ച ആളാണ് ഗോമതി. നിങ്ങളെക്കാളും ഒക്കെ ജനകീയ അംഗീകാരം നേടിയെടുത്തിട്ടുള്ള ആളാണ് ഗോമതി. അതുകൊണ്ടാണല്ലോ ADMK-ലേക്ക് പോയത്. ADMK-ലേക്ക് പോയോ അവര്? അല്ല, ADMK-ലേക്ക് പോയത് ഇത്രയും വോട്ട് കൂടുതൽ കിട്ടിയോണ്ടാണല്ലോ ADMK-ലേക്ക് പോയി ഞാൻ ഇത്രയും വോട്ട് ശതമാനം മേടിച്ചിട്ടുണ്ട്. ഈ ബാക്കിയുള്ള മൂന്നാറിലുള്ള മൊത്തം ഇത്രയും മേടിച്ചേക്കുന്ന വോട്ടും ഇത്രയും ആൾക്കാരെയും ADMK-ലേക്ക് ഞാൻ ചേർത്തുകൊള്ളാമെന്നും പറഞ്ഞ് ADMK-ലേക്ക് പോയത് ഇത്രയും ഒന്നും അറിയാത്ത പാവപ്പെട്ട ജനങ്ങളുടെ വോട്ട് മേടിച്ച് കള്ളപ്രചരണം നടത്തി വോട്ട് കിട്ടിയോണ്ടാണല്ലോ അവൾക്ക് ADMK-ലേക്ക് പോകാൻ പറ്റിയത്. അവൾക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. അവൾ എന്തിനറിയണം? അവൾക്ക് ഇനി 5 വർഷത്തേക്ക് അവൾക്ക് കൊണ്ടാട്ടമാണ്. ഈ 5 വർഷം അവളുടെ കയ്യിലായിപ്പോയി. ഈ പാവപ്പെട്ട ജനങ്ങളെ കണ്ണിൽ പൊടിയിട്ട് 5 വർഷത്തേക്ക് അവൾ അധികാരം എടുത്തു കഴിഞ്ഞു. ഇനി അവൾക്ക് എന്ത് വേണമെങ്കിലും പറയാം. അതും ഏതാണ്ട് ഈ അവസ്ഥയായി ആയി. അത് ഇത്ര പെട്ടെന്നായി എന്നുള്ളതാണ് അതിൻ്റെ താഴെ ബാക്കിയുള്ള ഒരു കാര്യം. ഇതൊക്കെ ഓരോ പാർട്ടികളുടെയും മുന്നണികളുടെയും പോക്കറ്റിൽ പോവാണ്. അതവിടെ സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ അവിടെ LDF ജയിക്കേണ്ടതായിരുന്നു. അവിടെ പൊമ്പിള ഒരുമയുടെ പിന്തുണയോടുകൂടി UDF-ന് ജയിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ഉമ്മൻചാണ്ടിയുടെ അടുത്ത് ചർച്ചയ്ക്ക് പോകുന്നു. ഉമ്മൻചാണ്ടി ഒരു വനിതാ നേതാവിനെ മൂന്നാറിലേക്ക് അയക്കുന്നു. ഇവർക്ക് വേണ്ട മറ്റു കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നു. അങ്ങനെ ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു പോക്കറ്റ് സംഘടനയായി മാറിപ്പോയി ഇപ്പോൾ. അല്ല, ഇവിടെ സംഭവിച്ചിട്ടുള്ള ഒരു പ്രധാന പ്രശ്നം ഈ
അതിശക്തമായൊരു ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നു. അല്ലാതെ രമേശ് ചെന്നിത്തല പറഞ്ഞ പോലെ മുന്നൊരുക്കം കുറഞ്ഞു പോയതുകൊണ്ടല്ല UDF തിരിച്ചടി ഉണ്ടായത്. UDF തിരിച്ചടി ഉണ്ടായത് സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള വികാരം ഉണ്ടായിരുന്നു. അതുപോലെ അതാത് പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾ ഭരിക്കുന്ന അധികം UDF ആയിരുന്നല്ലോ. അതാത് ഭരണസമിതികൾക്കെതിരായിട്ടുള്ളൊരു വികാരം ഉണ്ടായിരുന്നു. പക്ഷേ അത് പൂർണ്ണമായിട്ടും ഇപ്പോൾ 2005 അല്ലെങ്കിൽ 95 ഒക്കെ ഉണ്ടായ പോലെ LDF പൂർണ്ണമായിട്ടും അത് കൺവെർട്ട് ചെയ്യാൻ പറ്റാതെ പോയതെന്ന് വെച്ചാൽ ഈ മാതിരി കുറേ വോട്ടുകൾ പല വഴിക്ക് പോയി. ഇപ്പോൾ പെമ്പിള ഒരുമയൊക്കെ ചെറിയ സംഭവങ്ങളാണ്. RMB പോലെയുള്ള സംഘടനകൾ അവിടെ നിൽക്കും. വടകര എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇടതുപക്ഷ കോട്ടകളാണ്. അത് നിസ്സാര താരതമ്യേന ഇത് വലിയ ദ്രോഹം ചെയ്യാത്തത് കൊല്ലം ജില്ലയിലാണ്. LDF ശരിക്കും അവർ അർഹിച്ച രീതിയിലുള്ള വിജയം ഉണ്ടായിട്ടുള്ളത്. അവർ ശരിക്കും അർഹിച്ച വിജയം കൊല്ലം ജില്ലയിൽ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ബാക്കി എല്ലായിടത്തുമൊക്കെ മാർജിനലായിട്ടുള്ള, ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിലൊരു മേൽക്കൈ കിട്ടിയത് പ്രധാനമായിട്ടും കോൺഗ്രസിലെ ഗ്രൂപ്പ് ഫൈറ്റ് കൊണ്ടും പിന്നെ CN ബാലകൃഷ്ണൻ പുള്ളിയുടെ മകളെ മേയറാക്കാനുള്ള ശ്രമം കൊണ്ടും പിന്നെ ഷർട്ടൂരി പ്രകടനം മുതലായ കലാപരിപാടികളുണ്ടൊക്കെയാണ്. പിന്നെ പരമ്പരാഗതമായിട്ട് LDF മേൽക്കോയ്മയുള്ള പാലക്കാട് അല്ലെങ്കിൽ കോഴിക്കോട്, കണ്ണൂർ പോലുള്ള ജില്ലകളിലും വിജയം നേടിയിട്ടുണ്ട്. പക്ഷേ ശരിക്കും LDF എറണാകുളം ജില്ലയിൽ അല്ലെങ്കിൽ ഇടുക്കി ജില്ലയിൽ അവിടെയൊക്കെ ഒരു മേൽക്കൈ കിട്ടേണ്ടതായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ. കോട്ടയം, പത്തനംതിട്ട പോലുള്ള ജില്ലകളിൽ പോലും അത് കിട്ടാഞ്ഞതിൻ്റെ ഒരു കാരണം ഈ ഗണ്യമായ രീതിയിൽ വോട്ടുകൾ BJPക്ക് പോയിട്ടുണ്ട്. ഇപ്പോൾ മാവേലിക്കര മുനിസിപ്പാലിറ്റി നോക്കുക. മാവേലിക്കര പോലത്തെ ഒരു സ്ഥലത്ത് BJPക്ക് അത്രയും കിട്ടാൻ ന്യായപ്രകാരം കിട്ടാൻ പാടില്ലാത്തതാണ്. ചെങ്ങന്നൂർ മുനിസിപ്പാലിറ്റി ഇപ്പോൾ 30,000-ന് മുകളിലുണ്ട്. അത് ഞാൻ പറഞ്ഞ ആ രീതിയിലൊക്കെ വോട്ടുകൾ ഭിന്നിച്ച് പോയിട്ടുണ്ട്. അത് ശരിക്കും നമ്മൾ വളരെ സൂക്ഷ്മമായിട്ട് നോക്കിയാൽ തിരുവിതാംകൂർ ഭാഗത്ത് ഞാൻ സാമാന്യമായിട്ട് നോക്കിയതാണ്. വലിയ തോതിൽ സാമുദായിക ധ്രുവീകരണം ഉണ്ടായിട്ടുണ്ട്. അത് ആരും അംഗീകരിക്കില്ല, ഒരു പാർട്ടിക്കാരും അംഗീകരിക്കില്ല. സത്യം അതാണ്. തുടരുക. ശ്രീമതി ലാലി വിൻസെൻ്റ്, ഇപ്പം ഇന്നത്തോടുകൂടി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കാര്യങ്ങളൊക്കെ അവസാനിച്ചിരിക്കുന്നു, ഒരു തീർപ്പായിരിക്കുന്നു. ഇന്ന് നമ്മളിപ്പോൾ രാത്രി 9 മണിക്ക് നോക്കുമ്പോൾ മലപ്പുറത്ത്, കോഴിക്കോട് ലീഗിനോട് കോൺഗ്രസ് ഫൈറ്റ് ചെയ്യുകയാണ്. ഇപ്പം സാമ്പാർ മുന്നണി തെരഞ്ഞെടുപ്പിന് മുമ്പുള്ളൊരു വികാരമായിട്ടാണ് പലപ്പോഴും കണ്ടിട്ടുള്ളത്. ആ സാമ്പാർ മുന്നണി പിന്നീട് തെരഞ്ഞെടുപ്പിന് ശേഷം UDF രൂപാന്തരം പ്രാപിക്കും എന്ന് ഇന്നലെ വരെ അവിടെ മലപ്പുറത്ത് പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അത് ഒന്നും നടന്നില്ല. ഇനി അത് ലീഗിനോടുള്ള ഒരു അപ്രീതി കൊണ്ടാണ് എന്നാണ് വാദിക്കാൻ പോകുന്നത് എങ്കിൽ ഇതേപോലെ കോട്ടയത്തും ഉണ്ടായിരിക്കുന്നു. കോട്ടയത്ത് കേരള കോൺഗ്രസിനോടാണ് കുതിരകളി. അപ്പോൾ LDF കുറേയെങ്കിലും സമാധാനപരമായി, കുറേയല്ല ഏറെക്കുറെ സമാധാനപരമായി LDF പൂർത്തിയാക്കി. നല്ലപോലെ സമാധാനമായി, ഏറെക്കുറെ സമാധാനപരമായി LDF പൂർത്തിയാക്കി. UDF സംബന്ധിച്ചിടത്തോളം UDF ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷികൾ അവരുടെ തട്ടകങ്ങളിൽ കോൺഗ്രസ്സിന് പോരടിക്കേണ്ടി വരുന്നു. അത് ആ ഘടകകക്ഷികളുടെ കുഴപ്പം കൊണ്ടാണ് എന്നല്ല മനസ്സിലാക്കേണ്ടത്. പകരം കോൺഗ്രസ് തങ്ങൾക്ക് സ്വാധീനം ഇല്ലാത്തിടങ്ങളിൽ യഥാർത്ഥത്തിൽ തങ്ങളുടെ മുകളിൽ പോയ ലീഗ്, കേരള കോൺഗ്രസ്, MA എന്നീ ഘടകകക്ഷികളോട് അങ്ങോട്ട് പോരടിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. സത്യസന്ധമായി പറഞ്ഞാൽ ഇതൊരു തരം കോംപ്ലക്സ് അല്ലേ? ഇല്ല, കോംപ്ലക്സ് അല്ല, ഒരു വേദനയാണ്. കാരണം കോൺഗ്രസിനെ പോലെ ഒരു മഹാസംഘടനയിൽ ഘടകകക്ഷികളായി വന്ന മുസ്ലിം ലീഗും കേരള കോൺഗ്രസിനെ ആ പ്രാദേശികമായി മലപ്പുറത്തും കോട്ടയത്തും പ്രത്യേകിച്ച് പ്രാദേശികമായി കോൺഗ്രസ് പ്രവർത്തകർക്കും കോൺഗ്രസ് പാർട്ടിക്കും നൽകേണ്ടതായ ബഹുമാനമോ സഹകരണമോ നൽകുന്നില്ല എന്ന് വർഷങ്ങളായി കോൺഗ്രസ് പാർട്ടി പ്രവർത്തകരുടെ പരാതി KPCC ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ആ ഘടകകക്ഷികളുമായി സംസാരിച്ച പ്രശ്നങ്ങൾ സെറ്റിൽ ചെയ്യാനുള്ള ശ്രമവും നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ പ്രാദേശിക ഘടകങ്ങൾക്ക്, ജില്ലാ കമ്മിറ്റികൾക്ക് നമ്മൾ അധികാരം കൊടുത്തപ്പോൾ, സ്ഥാനാർത്ഥി നിർണയത്തിന് വേണ്ടിയിട്ടുള്ള സാഹചര്യം നൽകിയപ്പോൾ ഘടകകക്ഷികളുമായി പ്രാദേശിക ജില്ലകൾക്ക് ഒത്തുതീർപ്പ് ധാരണകൾ ഉണ്ടാക്കാനോ പൊരുത്തപ്പെട്ടു പോകാനോ കഴിഞ്ഞില്ല. പകരം ഒരു മത്സരം അവിടെ ഉണ്ടായി എന്നുള്ളത് തികച്ചും അനാരോഗ്യകരമായി തന്നെയാണ് KPCC കണ്ടിട്ടുള്ളത്. ഇതിനെക്കുറിച്ച് വിശദമായ പഠനങ്ങളും UDFുമായിട്ടുള്ള, മുസ്ലിം ലീഗുമായിട്ടും കേരള കോൺഗ്രസുമായിട്ടുമുള്ള ചർച്ചകളും ഇനിയും ഉണ്ടാകും. ഇത് ഞങ്ങൾക്ക് സംഭവിച്ച ഒരു ചെറിയ വിന തന്നെയാണ് എന്ന് തന്നെയാണ് നിരൂപിച്ചിട്ടുള്ളത്. സ്വാഭാവികമായും അസംബ്ലിക്ക് മുമ്പ് ഈ പ്രശ്നങ്ങൾ സോർട്ട് ഔട്ട് ചെയ്യും. മുസ്ലിം ലീഗും കേരള കോൺഗ്രസും കോൺഗ്രസിന്റെ മാർഗനിർദ്ദേശം അനുസരിച്ചുള്ള ചിട്ടയായ പ്രവർത്തനങ്ങൾ വേണമെന്ന VM സുധീരൻ്റെ നിർദ്ദേശം. ഈ UDFിലെ ഉൾപ്പോര് ഇത് നിങ്ങൾ പരമാവധി ഉപയോഗിച്ച് കളഞ്ഞു. ഇരിട്ടിയിൽ 2 ലീഗുകാരെ പിടിച്ച് അവിടെ മുനിസിപ്പാലിറ്റിയിൽ ഭരണം ഉണ്ടാക്കി. കോട്ടയത്ത് വെള്ളാവൂരിൽ
അവിടെ കേരള കോൺഗ്രസ് എമ്മിൻ്റെ പിന്തുണ, നിങ്ങൾ ഈ കെ മാണിക്കെതിരെയാണല്ലോ ഏറ്റവും വലിയ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെ കേരള കോൺഗ്രസിന് എമ്മിൻ്റെ പിന്തുണ വാങ്ങിയിട്ടാണ് LDFന് പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടായിരിക്കുന്നത്. വാകത്താനത്ത് UDFൻ്റെ റിബലിൻ്റെ സഹായത്തോടു കൂടി LDF ഭരണം നേടിയിരിക്കുന്നു. അങ്ങനെ ചൂണ്ടിക്കാണിക്കാനാണെങ്കിൽ കണ്ണൂർ കോർപ്പറേഷൻ മാത്രമല്ല, ഇരിട്ടി മുനിസിപ്പാലിറ്റി മാത്രമല്ല, ഈ പറയുന്ന വെള്ളാവൂർ പഞ്ചായത്ത് മാത്രമല്ല, കേരളത്തിൽ ഒട്ടനവധി ഇടങ്ങളിൽ കാണാൻ കഴിയും. നേരത്തെ RMP പ്രതിനിധി ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ പല മലപ്പുറം, കോഴിക്കോട് ജില്ലയിലെ സാമ്പാർ മുന്നണിയുടെയും അന്ത്യം എന്താണെന്നറിയാമോ? LDFന് പഞ്ചായത്ത് കിട്ടുക എന്നുള്ളതാണ്. അത് ഒന്ന് UDF ഡീസൻ്റായി VM സുധീരൻ്റെ മാർഗനിർദ്ദേശം കൊണ്ട് അതുപയോഗിച്ചു. രണ്ട്, ഈ പറയുന്ന ചെറിയ ഉൾപ്പിരിവുകളുണ്ടല്ലോ അതും ഉപയോഗിച്ചു. അങ്ങനെയാണ് നിങ്ങൾക്ക് 555 പഞ്ചായത്ത് കിട്ടിയിരിക്കുന്നത്. അല്ലല്ല, അത് ഈ പറഞ്ഞത് ചെറിയ ഉൾപ്പിരിവല്ല. കോൺഗ്രസ് എന്ന UDFനെ നയിക്കുന്ന പാർട്ടിയെ വേദനിപ്പിക്കുന്ന രണ്ട് ഘടകകക്ഷികൾ, ഞാൻ പറഞ്ഞതല്ല, ശ്രീമതി ലാലി വിൻസെൻ്റ് ഇപ്പോൾ വളരെ കൃത്യമായി പറഞ്ഞതാണ്. വല്ലാത്ത വേദനയാണ് അവരുണ്ടാക്കുന്നത്. അപ്പോൾ ലീഗ് ഉള്ളിടത്ത് കോൺഗ്രസ്സിന് സ്ഥാനമില്ല, കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പുള്ളിടത്ത് കോൺഗ്രസിന് സ്ഥാനമില്ല, കോൺഗ്രസിന് മുൻതൂക്കമുള്ളിടത്ത് ലീഗിനും കേരള കോൺഗ്രസിന് സ്ഥാനമില്ല. ഇങ്ങനെ അവർ തമ്മിലടിക്കുന്നു. അപ്പോൾ ഈ തമ്മിലടി അങ്ങനെ തന്നെ അങ്ങ് നടന്നോട്ടെ, അതിൻ്റെ നേട്ടം BJPയോ മറ്റാരെങ്കിലും കൊണ്ടുപോയിക്കോട്ടെ എന്നല്ല LDF ധരിച്ചത്. കൃത്യമായ ആ തമ്മിലടിയുടെ പ്രയോജനം വിമതന്മാർ ജയിച്ചു. പല സ്ഥലത്തും വിമതന്മാരുടെ പിന്തുണയോടെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പഞ്ചായത്ത് പ്രസിഡന്റായിട്ടുള്ളത്, മുനിസിപ്പൽ ചെയർമാനായിട്ടുള്ളത്. ഇത് പ്രയോജനപ്പെടുത്തുക എന്നത് ഏതെങ്കിലും തരത്തിൽ പാതകമാണോ? എന്നാൽ SDPI ജയിച്ച സ്ഥാനാർത്ഥി പുന്നപ്ര തെക്ക് പഞ്ചായത്തിൽ LDFനെ പിന്തുണച്ചപ്പോൾ LDF പറഞ്ഞു ഞങ്ങൾക്ക് ആ സ്ഥാനം വേണ്ട, ഞങ്ങൾ രാജിവെക്കുന്നു. BJP കാസർഗോഡ് ഇപ്പോൾ പറഞ്ഞതാണല്ലോ. അങ്ങനെ തത്വാധിഷ്ഠിതമായ നിലപാടുകൾ ഒരു ഭാഗത്തും, അതേസമയം തന്നെ UDFിലെ ഭിന്നത പരമാവധി മുതലെടുത്തുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയത്തെ പരിപോഷിപ്പിക്കുക, എന്താ അത് അവർ പറഞ്ഞ അതേ രീതിയിൽ തന്നെ പറയാം, പരിപോഷിപ്പിക്കുക എന്ന നിലപാട് മറ്റൊരു ഭാഗത്തും എടുത്തിട്ടുണ്ട്. അതാണ് ശരിയായ രാഷ്ട്രീയം. ശ്രീമതി തുടരുക. പുമ്പിളൊരുമയുടെ ഗോമതി ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീമതി ഗോമതി, എന്തുകൊണ്ടാണ് മൂന്നാർ ഗ്രാമപഞ്ചായത്തിൽ UDFന് പൊമ്പിളയൊരുമയെ പിന്തുണ കൊടുത്തത്? എനിക്കറിയില്ല, അവർ കൊടുത്തത് എനിക്കറിയില്ല. ഞാൻ ദേവികുളം ബ്ലോക്കിലായിരുന്നു. ഇന്നലെ വെള്ളത്തായമ്മയോട് ചോദിച്ചപ്പോൾ അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട്, പക്ഷെ വെള്ളത്തായമ്മ എവിടെ ഉണ്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞില്ല. അതിന് മുമ്പേ നാൾ തൊട്ട് വെള്ളത്തായമ്മ എൻ്റെ അടുത്ത് പറഞ്ഞാൽ നമ്മൾക്ക് അവിടെ പോകണ്ട എന്നാ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നത്. അപ്പോൾ വെള്ളത്തായമ്മയുടെ അവിടെ വാക്ക് വിശ്വസിച്ച് ഞാൻ ഇരുന്നതാ. ഇന്ന് രാവിലെ അറിഞ്ഞത് അവർക്ക് ഈ ലിസി ചേച്ചി TV കണ്ടതാ. ലിസി ചേച്ചി വെള്ളത്തായമ്മയുടെ കൈ പിടിച്ച് കയറ്റി കൊണ്ടുപോയി അവിടെ വിട്ടത്. എനിക്കിപ്പോ ഞാൻ ഭയങ്കര സങ്കടത്തിലാണ്. എന്നെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ADMKയിലെ കോമതി പോയി ലഞ്ചം മേടിച്ചെന്ന്. അതൊക്കെ കല്ല് പ്രശ്നമാണ്. ഞാൻ പോയിട്ടില്ല. ഞാൻ എന്റെ പേരിലും പോലീസ് പരാതി കൊടുത്തു. ADMKയിലാണോ ഇപ്പോ ഗോമതി? എന്തോ ഗോമതി ഇപ്പോ ADMKയിലാണോ? അല്ല, ഞാൻ പോയിട്ടില്ല. ഞാൻ തമിഴ്നാട്ടിൽ പോയി, പക്ഷെ അവരുടെ കൂട്ടത്തിൽ ഞാൻ ചേർന്നില്ല. ഞങ്ങളെ മനോജിനെ അറസ്റ്റ് ചെയ്യും. എനിക്ക് ജാമ്യം കിട്ടി, മനോജിന് കിട്ടിയില്ല. എന്നെ കൊണ്ട് എന്തിനാ നടുവലിൽ മനോജിനെ ഇറക്കാനായിട്ട് എനിക്ക് താല്പര്യമില്ല. മനോജിന്റെ സ്റ്റാഫായിട്ട് പണി നിർത്തി ഞങ്ങളുടെ കൂട്ടത്തിൽ ഇറങ്ങി. എനിക്ക് വേണ്ടിയല്ല, ഇവർ കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി മനോജ് ഇറങ്ങി. പക്ഷേ അവരൊക്കെ മനോജിനെ മറന്നു. മനോജിന് വേണ്ടിയാണ് ഞങ്ങൾ പോയിരുന്നത്, തമിഴ്നാട്ടിൽ പോയിരുന്നത്. ശ്രീമതി ലിസി, ഇപ്പൊ ഗോമതി പറയുന്നതാണ് ADMKയിൽ പോയിട്ടില്ല എന്നാണ്. പിന്നെ എന്തിനാണ് അവര് അങ്ങനെ പറഞ്ഞത്? അല്ല, ഞാൻ എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും വിളിച്ച് ചോദിച്ചല്ലോ സാർ, അങ്ങനെ ഒരു അറസ്റ്റ് വാറണ്ടോ അങ്ങനെ ഒരു കേസോ ഈ മൂന്നാറിൽ ഒരു പോലീസ് സ്റ്റേഷനിലും അവർക്ക് ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ട് അവർ ഒളിഞ്ഞു? എന്തെല്ലാം നുണക്കഥകളാണ് ഇന്നലെ അവൾ TV കൂടെ പറഞ്ഞത്. ഞാൻ അവളെ പാർപ്പിച്ചു, എന്റെ വീട് അവൾക്ക് വിട്ടുകൊടുത്തു. ഞാനാണ് ഇതിന്റെ മൊത്തം കാരണം. ഇവൾ ആരാണ്? ഇവൾ എന്തിനീ നുണകഥകളെല്ലാം പറയണു? ഇവള് തമിഴ്നാട്ടിൽ പോയതും ജയലളിതയുടെ കൂടെ ഒന്നിച്ചു നിന്ന് ഫോട്ടോ എടുത്തതും ഇവൾക്ക് AC റൂം കൊടുത്തതും ഇവൾക്ക് കൊടുത്ത കാര്യങ്ങളെല്ലാം പുറത്തു വന്നിട്ടുണ്ട്. അത് പോലീസ് അത് നല്ല രീതിയിൽ അത് എടുത്തിട്ടുണ്ട്. അത് 2 ആഴ്ചക്കകം ഇതെല്ലാം പുറത്തു വരും. അവൾ എന്ത് നുണ പറഞ്ഞാലും ശരി, അവൾ ഇല്ലാന്ന് സത്യം ചെയ്താലും ശരി, ദൈവത്തിന്റെ മുമ്പിൽ അവൾ കുറ്റക്കാരിയാണ്. ഇത്രയും ആൾക്കാരെ പെരുവഴിയിൽ വിട്ടിട്ട്
അവൾ ഞങ്ങളെല്ലാം ചതിച്ചിട്ട് അവൾ ഇത്രയും നുണകൾ ഉണ്ടാക്കി ഈ 3 ട്രേഡ് യൂണിയനെ കുറ്റപ്പെടുത്തി പോയി ഇല്ലാത്ത നുണപ്രചാരം ചെയ്തിട്ട് ഇവള് ഇനി സത്യസന്നതയായിട്ട് പുറത്ത് പറയരുത്. ഇവൾക്ക് നാണമില്ലേ? ഇവള് ഈ മൂന്നാറിൽ കൂടെ ഞാൻ ആ വിഷയം വിടുന്നു. ഗോമതിയെ ഞാൻ മറുപടിയില്ല. രണ്ടുപേരും അക്കാര്യത്തിൽ നിങ്ങളുടെ വിശദീകരണം പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, ഇവിടെ നേരത്തെ PM മനോജ് പറഞ്ഞതിൽ നിന്ന് ഞാനൊരു തുടക്കം ഇടുകയാണ്. അതായത് CPM ധാർമ്മികമായ നിലപാടാണ് എടുത്തത് എന്നാണ് PM മനോജ് പറയുന്നത്. SDPIയെയും BJPയെയും ഒരേപോലെ നിർത്തി ബാക്കി എല്ലാ അസ്വാരസ്യങ്ങളുടെയും ബെനിഫിറ്റ് CPMഉം LDFും എടുക്കും എങ്കിൽ തന്നെയും ഈ 2 വർഗീയതയെ ഒപ്പം കൂട്ടാൻ തയ്യാറല്ല എന്ന രാഷ്ട്രീയം വടക്കൻ കേരളത്തിൽ ആരുമൊക്കെ ആയിട്ടാണ് ഇവർ കൂട്ടുകൂടിയത്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നുള്ള ആ മുന്നണി തന്നെ മാറ്റിവെച്ചുകൊണ്ട് ഡെവലപ്മെന്റ് ഫ്രണ്ടായും ജനകീയ മുന്നണിയായും മതേതര മുന്നണിയുമായും ഒക്കെ മത്സരിച്ചിട്ടുള്ളതിനകത്ത് SDPIക്കാര് സ്വതന്ത്ര വേഷത്തിൽ വന്നു, PDPക്കാരൻ സ്വതന്ത്ര വേഷത്തിൽ വന്നു. ഇങ്ങനെയുള്ള ആളുകളുമായി ഒക്കെ കൂട്ടുകൂടിയതിന്റെ ചരിത്രം വളരെ പ്രധാനപ്പെട്ട പത്രത്തിന്റെ ഒരു ഫുൾ പേജിൽ തന്നെ ഇലക്ഷനിടയിൽ ഇവിടുത്തെ ജനങ്ങൾ മുഴുവൻ വായിച്ചതാണ്. അപ്പോ സദാചാരത്തെ കുറിച്ചൊന്നും CPIM പറയണ്ട. CPIM സ്വീകരിച്ച ഒരു സമീപനം ഈഴവാദി പിന്നോക്ക സമൂഹത്തിലെ ആളുകൾക്ക് ഏറ്റവും കൂടുതൽ മത്സരിക്കാനുള്ള ചാൻസ് കൊടുത്തു തെക്കൻ കേരളത്തിൽ. എന്തിനാ കൊടുത്തത്? ആ കൊടുത്തതിന്റെ കാരണത്തെക്കുറിച്ച് ബഹുമാനായിട്ടുള്ള മിസ്റ്റർ മനോജിനും അറിയാം, കേരള രാഷ്ട്രീയം ശ്രദ്ധിക്കുന്ന ജനങ്ങൾക്കും അറിയാം. ഇവിടുത്തെ ന്യൂനപക്ഷ വിഭാഗത്തെ കൂടെ കൂട്ടാൻ വേണ്ടി ആസൂത്രിതമായിട്ടുള്ള നീക്കം നടത്തി, പരിശ്രമം നടത്തി. അത് അവിടെ നിൽക്കട്ടെ. പക്ഷേ എന്റെ ചോദ്യം, ഭാരതീയ ജനതാ പാർട്ടി അങ്ങനെ മെല്ലെ മെല്ലെ വളരുന്നു എന്നാണല്ലോ മിസ്റ്റർ മനോജ് പറയുന്നത്. 13 MLAമാരെ സൃഷ്ടിക്കാൻ 7 ലക്ഷത്തി ചില്ലാനം വോട്ട് കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ CPIക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ 28,77,000 വോട്ട് ഒറ്റയ്ക്കുള്ള ഭാരതീയ ജനതാ പാർട്ടിക്ക് എങ്ങനെയാണ് അടുത്ത കേരള രാഷ്ട്രീയത്തിൽ ഇവിടെ ഞങ്ങൾക്ക് ഒരു 50-60 MLAമാരെ സൃഷ്ടിക്കാൻ സാധിക്കുക എന്നുള്ളത് ഞങ്ങൾ തീരുമാനിക്കും. ഒപ്പം സാമുദായിക സംഘടനയുടെ നേതാക്കന്മാർ വരും, പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകൾ വരും. PC തോമസിന്റെ പാർട്ടി ഉൾപ്പെടെ വന്നിട്ടുണ്ടല്ലോ. ഇപ്പൊ ഇതാ വിവിധങ്ങളായിട്ടുള്ള ബിഷപ്പന്മാർ വരെ ദേശീയ തലത്തിൽ ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുപ്പ് നടത്തുകയാണ്. അപ്പൊ കേരള രാഷ്ട്രീയം ഇനി മാറാൻ പോകുന്നത് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഇരു മുന്നണികളും 2416 സ്ഥലത്തല്ലേ ക്രോസ് ഔട്ട് ചെയ്ത് ഞങ്ങളെ തോൽപ്പിച്ചിട്ടുള്ളത്. ഞങ്ങൾ 2ാം സ്ഥാനത്ത് വന്നില്ലേ കേരള രാഷ്ട്രീയത്തിലെ പഞ്ചായത്തുകളിൽ? അപ്പൊ ഞങ്ങൾ 1321 സ്ഥലത്ത് ഞങ്ങൾക്ക് വിജയിക്കാൻ സാധിച്ചുവെങ്കിൽ 2416 സ്ഥലത്ത് ഞങ്ങൾ 2nd സ്ഥാനത്ത് വന്നു. അപ്പൊ അവിടെ എന്താ സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളതും കേരള രാഷ്ട്രീയം ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ്. ഇതുകൊണ്ടൊന്നും ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഒരു വിന്നിംഗ് ഫാക്ടറായി കേരളത്തിലെ ജനങ്ങൾ ഞങ്ങളെ മനസ്സിലാക്കിയിരിക്കുന്നു. ഞങ്ങൾക്കും ജയിക്കാൻ സാധിക്കുമെന്നും ഇരു മുന്നണികളെയും മാറ്റി നിർത്തിക്കൊണ്ട് എന്താണ് BJP മുന്നോട്ട് വന്നാൽ കുഴപ്പം എന്ന് ജനം ചിന്തിക്കുകയും BJPക്ക് അനുകൂലമായി ജനം വോട്ട് ചെയ്യുകയും ചെയ്തു. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ സാഹചര്യം ഉണ്ടായത്. പിന്നെ പഞ്ചായത്ത് കിട്ടാതെ 2416 പേര് തോറ്റുപോയാൽ എത്ര പഞ്ചായത്ത് ഞങ്ങൾക്ക് കിട്ടേണ്ടതായിരുന്നു അവർ ജയിച്ചു കഴിഞ്ഞാൽ? അപ്പൊ അതവിടെ നിൽക്കട്ടെ, അത് കേരള രാഷ്ട്രീയം ചർച്ച ചെയ്യും. ഞങ്ങൾ ഈ തന്ത്രാധിഷ്ഠിത സമീപനവും വോട്ടിംഗ് പെർസെന്റേജും അതുപോലെ തന്നെ ഓരോ സമുദായ ഘടകങ്ങളുടെ കയ്യിലുള്ള വോട്ടും ഒക്കെ പരിശോധിച്ചുകൊണ്ട്, നേരത്തെ പറഞ്ഞില്ലേ ഞങ്ങൾ സ്റ്റേറ്റ് തലത്തിലെ മണ്ഡലങ്ങൾ വീതം വെച്ച് കൊടുത്തിട്ടല്ലോ മത്സരിച്ചത്, ഇത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പായിരുന്നല്ലോ. അപ്പൊ ഞങ്ങൾ മെല്ലെ മെല്ലെയാണ് അങ്ങനെയുള്ള സഖ്യ നീക്കങ്ങൾക്ക് ശ്രമം നടത്തിയതെങ്കിൽ ഞങ്ങൾ വളരെ സ്പീഡായിട്ടുള്ള ശ്രമങ്ങൾ തന്നെയാണ് നടത്തുന്നത്. ഞങ്ങൾ ഉറങ്ങി അങ്ങനെ ഇരിക്കുകയല്ല. ശ്രീമതി ലാലി വിൻസെന്റ്, ഇപ്പോൾ ശ്രീമതി ശോഭാ സുരേന്ദ്രൻ പറഞ്ഞതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ സാധാരണഗതിയിൽ LDFനെ ഫൈറ്റ് ചെയ്യാമെന്നുള്ളൊരു മൂഡുമായി പോയാൽ അത് അപകടമാണ്. കാരണം BJP ഇത്രവണ നല്ല ശക്തരായ സ്ഥാനാർത്ഥികളെ നിർത്തുമെന്ന് മാത്രമല്ല അവർക്ക് അനുകൂലമായ രീതിയിൽ കളമൊരുക്കി കഴിഞ്ഞിരിക്കുന്നുവെന്ന് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ മനസ്സിലാക്കുകയും ചെയ്തിരിക്കുന്നു. ശരിയാണ്, ഞങ്ങൾ ആ വിഷയത്തിൽ വളരെ ഗൗരവമായി തന്നെ പഠിക്കുന്നുണ്ട്. കാരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ കുറച്ച് ഞങ്ങളൊന്ന് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് നിന്നു എന്നുള്ളത് ശരിയാണ്. വെള്ളാപ്പള്ളിയുടെ ആഹ്വാന പ്രകാരം SNDPക്കാർ കുറേ പേർ BJPക്ക് വോട്ട് കൊടുത്തിട്ടുണ്ട്, കുറേ വോട്ട് LDFിൻ്റെ വോട്ട് BJPക്ക് പോയിട്ടുണ്ട്. പക്ഷേ SNDPയുടെ കുറേ ആളുകൾ LDFന് വോട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. BJPയെ ഒരു ശക്തിയായി തന്നെ കണ്ടുകൊണ്ട് പ്രതിരോധിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കോൺഗ്രസ് പാർട്ടി. ഞങ്ങൾ എന്താണെങ്കിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ടായ പാളിച്ചകളിൽ ഒന്ന് BJPയെ പ്രതിരോധിക്കുന്ന കാര്യത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ നയങ്ങൾ കുറച്ച് വീക്കായി പോയി എന്ന് തന്നെയാണ് പഠിച്ചിട്ടുള്ളത്. അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായും BJPയെ LDFനോടൊപ്പം തന്നെ ശക്തമായി പ്രതിരോധിക്കാൻ കോൺഗ്രസ് പാർട്ടിയും UDFും തയ്യാറാകും. ശോഭ കരുതുന്നത് പോലെ BJPക്ക് ഒരു വാക്ക് ഓവർ നൽകാൻ കേരളത്തിലെ UDF തയ്യാറാവുകയില്ല.
ഷിബിയ മനോജ്, അരുവിക്കര കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ BJPയെയും പ്രതിരോധിച്ചു. ഇപ്പോൾ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് കഴിയേണ്ടി വന്നു UDFനും ഉമ്മൻചാണ്ടിക്കും. BJP ഞങ്ങൾക്കാണ് അപകടം ചെയ്യുക എന്ന് മനസ്സിലാക്കാൻ പഴയതുപോലൊരു ക്രോസ് വോട്ടിംഗ്, അവിടെ ഇവിടെയും ലോക്കൽ കമ്മിറ്റികൾ തീരുമാനിച്ചുള്ള ക്രോസ് വോട്ടിംഗ് അത് പോരായിരിക്കും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ എൻട്രി തടയണമെങ്കിൽ. അല്ല, BJP അപകടമാണ്, അതിനെ എതിർക്കണമെന്ന് ശ്രീമതി ലാലി വിൻസെൻ്റ് ഇവിടെ പറഞ്ഞപ്പോൾ ഈ ഇരിക്കുന്ന ആരെക്കാളും സന്തോഷം തോന്നുന്ന ഒരാളാണ് ഞാൻ. കാരണം ഞങ്ങളിത് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, ഇവർക്കിത് മനസ്സിലായിട്ടില്ല. അരുവിക്കരയിൽ ഞങ്ങളുടെ ചെലവിൽ BJPക്ക് വോട്ട് വാങ്ങിക്കൊടുത്ത് ഇവർക്ക് ജയിക്കാമെന്നാണ് ഇവർ ധരിച്ചത്. അതല്ല എന്ന് തിരുവനന്തപുരം തെളിയിച്ചു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ 95 ഡിവിഷനുകളിൽ പിന്നെ ഈ കോൺഗ്രസ് UDF ഒന്നുകിൽ ജയിച്ച സ്ഥലത്തല്ലാത്തടത്തെല്ലാം 3-ാം സ്ഥാനത്താണ്. അതായത് BJPക്ക് പിന്നിലാണ് എല്ലാ സ്ഥലത്തും കോൺഗ്രസ് പോയിട്ടുള്ള ഈ മണ്ഡലം ഡിവിഷനുകളിലാകെ കോൺഗ്രസിൻ്റെ വോട്ടാണ് ചോർന്നു പോയിട്ടുള്ളത്. പിന്നെ ഒരു കാര്യം കൂടി സൂചിപ്പിക്കേണ്ടതുണ്ട്. BJPയുടെ വളർച്ച, BJP വളർന്നില്ല എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ആ വളർച്ച അവർ അവകാശപ്പെടുന്നത് പോലെയില്ല, അതൊരു ബോൺസായി സ്റ്റൈലിലാണ് എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ അല്ലെങ്കിൽ വെള്ളാപ്പള്ളിയുടെ വോട്ട് എവിടെ? ഈ 101 സംഘടനകളുടെ വോട്ട് എവിടെ? ഇവർ പറയുന്ന പോലെ അവകാശപ്പെടുന്ന പോലെയുള്ളൊരു വളർച്ച ഉണ്ടായിട്ടില്ല. BJP പക്ഷേ ഭീഷണിയാണ്. ആ ഭീഷണി ചെറുക്കപ്പെടേണ്ടതാണ്. അത് കൂടുതൽ അപകടകരമായ ഏത് നിമിഷവും മാറാൻ പറ്റുന്ന ഒരു ഭീഷണിയാണ് എന്നും കൂടി അത് ലാലി വിൻസെന്റും UDF മനസ്സിലാക്കി. ശോഭാ സുരേന്ദ്രൻ, ഈ 14% വോട്ട് നിങ്ങൾക്ക് നേരത്തെ 2004 PS ശ്രീധരൻപിള്ള സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുമ്പോഴും കിട്ടിയതാണ്. ഇപ്പോൾ PS ശ്രീധരൻപിള്ള സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ 2014 കിട്ടിയ വോട്ട് തന്നെ 2016 കിട്ടുമ്പോൾ എവിടെ പോയി ഈ വെള്ളാപ്പള്ളി നടേശന്റെ വോട്ട്, നായാടി മുതൽ നമ്പൂതിരി വരെയുള്ള വോട്ട് എന്നാണ് PM മനോജിന്റെ ചോദ്യം. അതായത് പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ 6%-നും 7%-നും ഇടയിൽ മാത്രമാണ് ഇതുവരെ BJPക്ക് കേരളത്തിൽ വോട്ട് കിട്ടിയിട്ടുള്ളത്. കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ മത്സരിച്ചിട്ടുള്ളൂ എന്നുള്ളതിനാൽ ഇത്തവണ അങ്ങനെയല്ലല്ലോ. അല്ല, 12.5% കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കിട്ടിയത്. അതിനേക്കാൾ കൂടുതൽ ഈ 16% ഞങ്ങൾ എത്തി നിൽക്കുകയാണ്. പിന്നെ എത്രമാത്രം SNDPക്കാർ ഞങ്ങൾക്ക് വോട്ട് നൽകിയിട്ടുണ്ട് എന്ന് ഇന്ന് മിസ്റ്റർ തുഷാർ വെള്ളാപ്പള്ളി തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. 10% ആളുകളുടെ പോലും വോട്ട് കിട്ടിയില്ല. കാരണം അത് അത്തരത്തിലുള്ള ഒരു ധാരണയുണ്ടായിരുന്നില്ല, സംസ്ഥാന തലത്തിൽ ഉണ്ടായിരുന്നില്ല. ഇന്ന സ്ഥലങ്ങൾ എന്നുള്ള രീതിയിൽ ചർച്ച ചെയ്തുകൊണ്ട് പങ്കുവെച്ചു കൊടുത്തിരുന്നില്ല. പിന്നെ BJP അപകടമാണ് എന്ന് മനോജേട്ടനും അദ്ദേഹം വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിനും ഒക്കെ തോന്നും. പക്ഷേ ഒരു കാര്യം കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട്. വോട്ടിംഗ് പെർസെന്റേജ് പരിശോധിച്ച് നോക്കിയാൽ കഴിഞ്ഞ 5 വർഷം മുമ്പ് പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ടിംഗ് പെർസെന്റേജ് CPIMന്റെ എവിടെ നിൽക്കുന്നു, അത് കോൺഗ്രസിന്റെ എവിടെ നിൽക്കുന്നു? എത്ര പെർസെന്റേജ് ആണ് ഈ രണ്ട് പാർട്ടികൾക്കും വളർച്ച ഉണ്ടായിട്ടുള്ളത്? BJPക്ക് ഒറ്റയ്ക്ക് എത്രയാണ് വളർച്ച ഉണ്ടാക്കിയത്? ഞങ്ങളാണ് വളർന്നിട്ടുള്ളത്. അപ്പൊ ഞങ്ങൾ വളർന്നു. എങ്ങനെ വളർന്നു? ഞങ്ങൾ ഈ സാഹചര്യത്തിലൂടെ ഒറ്റയ്ക്ക് പോയി തന്നെയാണ് ഞങ്ങളുടെ പിറകിലേക്ക് ഇങ്ങനെയുള്ള ആളുകൾ ചെറിയ രീതിയിൽ വരാൻ തയ്യാറായിട്ടുള്ളത്. മറിച്ച് ഇവരെന്ത് ചെയ്തു? ഇവർ രണ്ട് മുന്നണികളും ചേർന്ന് BJPക്ക് എതിരായിട്ട് മാത്രം പ്രചരണം നടത്തുകയും പ്രസംഗിക്കുകയും ചെയ്ത് ബീഫ് ഇഷ്യൂ ഉൾപ്പെടെയുള്ള ഇല്ലാത്ത സംവരണ പ്രശ്നം, എല്ലാവരുടെയും സംവരണം നഷ്ടപ്പെടുമെന്നുള്ള പ്രശ്നം ഉൾപ്പെടെയുള്ളത് അങ്ങനെ വളരെ വലിയ പ്രചണ്ഡമായിട്ടുള്ള പ്രചരണം നടത്തി ഭീകരവാദികളുമായിട്ട് കൂട്ടുകൂടി അങ്ങനെയൊക്കെയാണ്. അത് തുഷാർ വെള്ളാപ്പള്ളി ഇനിയിപ്പോൾ 10% മാത്രമേ ഞങ്ങൾ പിന്തുണച്ചിട്ടുള്ളൂ എന്നൊക്കെ പറയുന്നത് തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഒരു ആഫ്റ്റർ തോട്ടാണ് എന്ന് മാത്രം കരുതിയാൽ മതി. അപ്പോൾ ഒന്നിച്ചായിരുന്നു അവർ പോരാടിയിരുന്നത്. ഇനിയിപ്പോൾ KM മാണിക്ക് പോലും ചൂണ്ടയിട്ടിരിക്കുന്നു. അപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ നമ്മൾ ശ്രദ്ധാപൂർവ്വം നോക്കേണ്ടി വരിക BJP ആയിരിക്കുമോ? BJP ഉണ്ടാക്കുന്ന സഖ്യങ്ങളെ ആയിരിക്കുമോ? അല്ല, BJP ഏതെങ്കിലും സീറ്റ് ജയിക്കുമെന്നോ അക്കൗണ്ട് തുറക്കുമെന്നൊന്നും പറയാൻ ഞാൻ ആളല്ല. പക്ഷേ BJP ഈ രണ്ട് മുന്നണികൾ തമ്മിൽ തന്നെയാണ് മത്സരം, അതിൽ ആ ഒരു സംശയമില്ല. പക്ഷേ ഈ രണ്ട് മുന്നണികൾക്കും ഇടയിൽ ഇവർ ഏത് ഭാഗത്തു നിന്ന് വോട്ട് പിടിക്കും, എങ്ങോട്ടേക്ക് ഭിന്നിപ്പിക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഇപ്പോൾ അരുവിക്കരയിൽ എന്താ സംഭവിച്ചത്? UDFൻ്റെ 9% കുറഞ്ഞു, LDFൻ്റെ 7% കുറഞ്ഞു. ദ്രോഹമുണ്ടായത് LDFനാണ്. അതർവൈസ് LDFൻ്റെ സ്ഥാനാർത്ഥി ജയിക്കേണ്ടതായിരുന്നു. നല്ല സ്ഥാനാർത്ഥിയായിരുന്നു, എന്നിട്ട് പോലും വിജയിച്ചില്ല. അപ്പോൾ അപകടം ഉണ്ടായത് LDFനാണ്. അതാണ് ഉമ്മൻചാണ്ടിയും പരിവാരങ്ങളൊക്കെ സന്തോഷിച്ചത്. BJP കണ്ടമാനം വോട്ട് പിടിക്കും. SNDPയുടെ വോട്ടുകളെല്ലാം, SNDPയുടെ വോട്ടിൽ ഈഴവ വോട്ടുകൾ, SNDPക്ക് അവിടെ വോട്ട്, ഈഴവ വോട്ടുകളെല്ലാം അതിൽ എല്ലാമല്ല ഒരു ഭാഗം BJPയിലേക്ക് പോകും. പരിണതഫലം LDF തോക്കും. പക്ഷേ സംഭവിച്ചത് മറിച്ചാണ്. ഈഴവ വോട്ടിലല്ല ഭിന്നത ഉണ്ടായിട്ടുള്ളത്. ഈ തെരഞ്ഞെടുപ്പിലെ റിസൾട്ട് എടുത്ത് നോക്കിയാൽ മതി. മാവേലിക്കര മുനിസിപ്പാലിറ്റിയിൽ അവിടേക്കാണ് വോട്ട് പോയത്. ചെങ്ങന്നൂർ മുനിസിപ്പാലിറ്റിയിൽ നായരുടെ വോട്ടാണ് പോയേക്കണത്. ഈ സുകുമാരൻ നായർ വലിയ സിദ്ധാന്തമൊക്കെ പറഞ്ഞ് നെഞ്ചം പിടിച്ചിരിപ്പുണ്ടല്ലോ. നായർ വോട്ടുകളാണ്. പെരുന്നയിൽ ഏത് പാർട്ടിയാണ് ജയിച്ചത്? NSS ഹെഡ്ക്വാർട്ടേഴ്സ് ഇരിക്കുന്ന സ്ഥലത്ത് BJPക്ക് കിട്ടിയത് മുഴുവൻ തിരുവിതാംകൂർ ഭാഗത്ത് ഞാൻ വിശദമായിട്ട് നോക്കിയതാണ്, പഠിച്ചതാണ്. എൻ്റെ വീടിരിക്കുന്ന വാർഡിൽ ഞാൻ പറഞ്ഞില്ല, എൻ്റെ അച്ഛനാണ് അവിടെ ആദ്യം ജയിച്ച കമ്മ്യൂണിസ്റ്റുകാരൻ 64. ഈ ദിവസം വരെയും കമ്മ്യൂണിസ്റ്റുകാരും മാർക്സിസ്റ്റുകാരും മാത്രം ജയിച്ചിട്ടുള്ള വാർഡാണ്. 51 കൊല്ലം CPMൻ്റെ കയ്യിൽ നിന്ന് വാർഡ് ഇത്തവണ BJP ജയിച്ചു.
എൻ്റെ പഞ്ചായത്തിൽ 5 വാർഡിൽ BJP ആണ് ജയിച്ചിരിക്കുന്നത്. എല്ലാം നായന്മാർക്ക് ഭൂരിപക്ഷമുള്ള വാർഡുകൾ തന്നെ. ഒറ്റ ഈഴവൻ്റെ വോട്ട് പോയിട്ടില്ല. നായരുടെ വോട്ടുകൾ പൂർണ്ണമായിട്ട് കോൺഗ്രസ് കിട്ടിയിരുന്ന അടക്കം കട പറഞ്ഞു പോയിരിക്കുകയാണ്. കട പറഞ്ഞ് താമരയിലേക്ക് പോയി. 6 കോൺഗ്രസ്, 5 BJP. അതിന്റെ കാര്യം എന്താണെന്ന് അറിയാമോ ശ്രീമതി ലാലി വിൻസെന്റ്? അത് നേരത്തെ ഷിപ്പിയ മനോജ് സൂചിപ്പിച്ചു വിട്ടതാണ്. ഞാനത് കൃത്യമായി പറഞ്ഞു തരാം. ഈ 2 മുട്ടന്മാർ കൂട്ടിയിടിക്കുമ്പോൾ ചോര കുടിക്കാം എന്ന് വിചാരിച്ചെന്ന് ഉമ്മൻചാണ്ടി ഉണ്ടല്ലോ, ആ ഉമ്മൻചാണ്ടിയാണ് അതിന്റെ കാരണം. അല്ല, അങ്ങനെയല്ല. LDFനെയാണ് പ്രതിരോധിച്ചത്. BJPയും വെള്ളാപ്പള്ളിയും കൂടെ സഖ്യമുണ്ടാക്കി BJPക്ക് വോട്ട് പോകുമെന്നുള്ള പ്രചരണമുണ്ടായതിന് വേണ്ട രീതിയിൽ ഞങ്ങൾ പഠിച്ചില്ല എന്നുള്ളത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ വർഷങ്ങളായി LDFന് വോട്ട് ചെയ്ത ഈഴവ സമുദായം ഇപ്പോഴും LDFന്റെ കൂടെ നിന്നു. അവിടെയാണ് ഞങ്ങളുടെ കണക്ക് പിഴച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു മുന്നോട്ട് പോക്ക് ഞങ്ങൾക്ക് ഒപ്പം തന്നെ RMPയുടെ ഹരിഹരനും നന്ദി.